ഏറ്റവും പുതിയ ചിത്രം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സാർ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമ്മളെ സന്തോഷിപ്പിക്കാറുള്ളൂ പടം ചെയ്തിട്ട്. അതൊരു ഭീകര സന്തോഷവും ഒക്കെ തരുന്ന പടങ്ങളായിരിക്കും. എന്തുകൊണ്ടും ഒരു ഡിഫറെന്റ് ആയ ഒരു ചിത്രങ്ങളായിരിക്കും മിക്കപ്പോഴും സാർ നമുക്ക് തന്നിരിക്കുന്നത്. അതിലെ പാട്ടുകൾ ഏറെ ഹൃദ്യമായിരിക്കും. നമ്മൾ ഇപ്പോഴും പാടി നടക്കുന്ന പാട്ടുകളാണ്. അപ്പൊ എന്തുകൊണ്ടും സാറിന്റെ പടങ്ങൾ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നുള്ളത് അഭിമാനപൂർവ്വം എനിക്കും പറയാൻ പറ്റും. ഞാനും ഒരു ഭീകര ഫാനാണ് സാറിന്റെ. അപ്പോ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്ന സാറിന്റെ പുതിയ ചിത്രം സ്പാ. ആ പേര് തന്നെ നമുക്കല്ലേ ഒരു ഡിഫറെന്റ് ആണ്. ആ ഒരു ചിത്രം 13-ാം തീയതി നമ്മൾ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ്. നാളെ സ്ട്രൈക്ക് ആയതുകൊണ്ട് നമ്മൾ 13-ലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ അതിനു മുമ്പ് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം നമ്മുടെ ടീം പ്രകടിപ്പിച്ചു. അപ്പൊ എന്തായിരിക്കാം സ്പാ ഇപ്പൊ തന്നെ ഏറെ പ്രശ്നങ്ങളും ഇതിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയാം അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ എന്തായിരിക്കാം ഇതിന്റെ കണ്ടന്റ്, അല്ലെങ്കിൽ നമ്മൾ വാർത്തകളിലൂടെ പറഞ്ഞ സ്പാ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ വരുന്ന ആൾക്കാരെയൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ഒരു സിനിമയാണിതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ആക്ടേഴ്സും ഡയറക്ടറും എല്ലാവരും കൂടെ പറയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മീഡിയാസിന് എന്താണ് ഈ ചിത്രം എന്നുള്ളത് പറയാനായിട്ടുള്ള ഒരു ഹോപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിനെപ്പറ്റി ആത്മാർത്ഥമായിട്ട്. മാത്രമല്ല 13-ാം തീയതി തിയേറ്ററുകളിൽ വരുമ്പോൾ ഞങ്ങൾ മീഡിയ പ്രവർത്തകർക്ക് കുറച്ച് ടിക്കറ്റുകളും റിസർവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പടം കണ്ട ശേഷം മാത്രം വിലയിരുത്തേണ്ടതാണ്. അപ്പൊ നമ്മളുടെ എബ്രിഷൻ സാറിന്റെ ആദ്യത്തെ സെൻസേർഡ് ചിത്രമാണ് കേട്ടോ. എല്ലാവരും ചോദിച്ചു ഇന്റർവ്യൂസിന് വന്നപ്പോ, സാർ എന്താണ് സാർ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഏതായാലും അതിനൊക്കെ ഉള്ള എല്ലാ മറുപടിയും സാർ എന്ത് തരും. അതുപോലെ തന്നെ ഇതിന്റെ ആക്ടേഴ്സ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് തുടങ്ങാം. സാർ തന്നെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടോ. എനിക്ക് അറിയാൻ വയ്യാത്ത ധാരാളം പേര് ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ട്. അത് നമ്മുടെ എല്ലാവർക്കും നമസ്കാരം. സിനിമ നാളെ 12-ാം തീയതി റിലീസ് ചെയ്യാനിരുന്നതാണ്. നാളത്തെ ദേശീയ പണിമുടക്ക് കാരണം നമ്മൾ സിനിമ 13-ാം തീയതിക്ക് റിലീസ് വെച്ചിരിക്കുകയാണ്. 13-ാം തീയതി ഫെബ്രുവരി 13-ന് മറ്റന്നാൾ സിനിമ തിയേറ്ററുകളിലെത്തും. ഈ സിനിമ സംബന്ധിയായിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് അതിൻ്റെ രസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ, ഓർമ്മകൾ പങ്കുവച്ചിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് നമ്മൾ ചാനലുകളിൽ കൊടുത്തിരുന്നു. എന്നിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് റിയാലിറ്റിയും റിയലിസവും അല്ലെങ്കിൽ ഫിക്ഷനും എല്ലാം ഇടകലർത്തിയായിരിക്കും നമ്മൾ സിനിമ ചെയ്യുക. ചിലപ്പോൾ ആ സിനിമയുടെ ഇതുപോലെ കഥാസന്ദർഭങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ തമാശകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സിനിമ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഗ്രേ ഷെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ അതിനെ ജനറലൈസ് ചെയ്യേണ്ട ഒരുപാട് നല്ല പ്രൊഫഷണൽ സ്പാകളുണ്ട് അവിടെ. അത് സ്പാകൾ നടത്തുന്ന ആളുകളുണ്ട്, അവിടെ തെറാപ്പിസ്റ്റുകളുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ സിനിമ കുറച്ച് ഗ്രേ ഷെയ്ഡും തമാശകളും ഒക്കെ ഉള്ള സിനിമയാണ്. അത് വേറെ അത് ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന തമാശ രംഗങ്ങളുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ തമാശകൾ, ഒരുപക്ഷെ കുറച്ചൊരു അഡൽട്ട് തമാശകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ആ സിനിമ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തമാശ സിനിമയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വേറെ സൈഡിൽ വളരെ സീരിയസ് ആയിട്ട് ഈ പ്രൊഫഷനിൽ ഉള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ 2 വെർഷൻസും രണ്ട് ലെയറുകളാണ് ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് സിനിമയെക്കുറിച്ചാണ്. സിനിമയിൽ ഉള്ള ആക്ടേഴ്സാണ്, എല്ലാ ആക്ടേഴ്സിനും അറിയാവുന്നതാണ്. വിജയൻ സാർ, രവി സാർ, ശ്രീകാന്ത്, ജോജി, ശ്രുതി, മോചിത, രാധിക, മേഘ, അങ്ങനെയുള്ള ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു പുതുമുഖമുണ്ട്. ശ്രീലക്ഷ്മി, ശ്രീജ, അങ്ങനെയുള്ള ആളുകളുണ്ട്, ആക്ടേഴ്സുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഇവർ സിനിമയിൽ ആക്ടേഴ്സാണ്. സിനിമയിൽ എന്താണ് പെർഫോം ചെയ്യുന്നത്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിക്കാം. ഇനി സിനിമയ്ക്ക് അപ്പുറം ഇതിങ്ങനെ ഒരു കണ്ടംപററി ആയിട്ട് ഇങ്ങനെ ഒരു പല കാലങ്ങളിൽ വിവാദമായിട്ടുള്ള ഒന്നാണ് സ്പാ സെൻറ്റേഴ്സ്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ചർച്ചകൾ, സ്പായിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ, അതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സൊസൈറ്റിയിലുണ്ട്.
പക്ഷേ ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒറിജിനൽ സ്പാകളിലെ കുറേ ആളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കും കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാകുമായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ അവരെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല മാധ്യമങ്ങളിൽ. അപ്പോൾ ഒരു സ്പാ നടത്തുന്ന ഒരു ഉടമയ്ക്ക് ചിലപ്പോൾ എന്തായിരിക്കും പറയാനുണ്ടാവുക? സുകേഷ് ഇതുപോലെ ഒരു 5 6 എത്ര സ്പാ ഉണ്ട്? 4 സ്പായുടെ ഉടമസ്ഥരുണ്ട്. ചിലപ്പോൾ സ്പായെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ വേർഷൻ കേൾക്കാം. സ്പാ തെറാപ്പിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സി അതുപോലത്തെ വിവാദങ്ങളുണ്ടെങ്കിൽ അത് സ്പാ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നതിൽ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അതും ഒരു പ്രൊഫഷനാണ് എന്ന് വിശ്വസിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന തെറാപ്പിസ്റ്റുകളുണ്ട്. അതിൻ്റെ പ്രതിനിധിയാണ് സോജി നാഗാലാൻഡിൽ നിന്നാണ് നമ്മുടെ കൂടെ ഈ ഷൂട്ടിന് ഇത്തരത്തിലുള്ള തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞത് ഡോക്ടർ അലൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഷൂട്ടിൻ്റെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. ആയുർവേദ മസാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതും ഇതുമായിട്ട് കണക്റ്റഡാണ്. ഡോക്ടർ ശ്രുതി ഒരു ആയുർവേദ ഡോക്ടറാണ്. ഈ മസാജും തെറാപ്പിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രുതിയോടും സംസാരിക്കാം. അവിടുന്ന് ഡോക്ടർ അലോപ്പതി ഡോക്ടറാണ്. ഗീതു ടെല്ലസ് ആക്ടർ കിച്ചു ടെല്ലസിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇതിൻ്റെ സ്പായുടെ ഷൂട്ടിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപക്ഷെ എനിക്ക് ഉത്തരം തരാൻ പറ്റും. പക്ഷേ പ്രസ് മീഡിയ സിനിമയ്ക്ക് അപ്പുറം സ്പാ സെൻ്ററുകളെ കുറിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൂടെ കൊണ്ടുവന്നത്. സോ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. താങ്ക് യു. ശ്രുതി കറക്റ്റ്. ഗുഡ് ഈവനിങ് എവറിബഡി. സ്പാനെ കുറിച്ച് ഞാൻ എന്താ പറയുക, സർ എല്ലാം പറഞ്ഞു. ഞാൻ ഇതുവരെയായിട്ടും കംപ്ലീറ്റ്ലി പടം കണ്ടിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുന്ന പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. ഹൗ ഇസ് ദ ഫിലിം ലുക്കിംഗ്? But one thing I can assure you, it's an Ebrid Shine magic that has come on screen. And different types of personalities are ഇവിടെ ഇരിക്കുന്നത്. Different types of ഇവിടെ Major Ravi in there. And then we have a writer, director, artist, and then we have anchor, and we have singers. എല്ലാവരും പല ഒരു പ്രൊഫഷൻസ് നിന്ന് വന്നിട്ട് ആക്ടേഴ്സും ഉണ്ട്. So overall it's a brilliant film. It's a lot of fun. I hope you like it. Thank you, Shruti. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കുറച്ച് വർഷത്തിന് ശേഷമാണ് ഷൈൻ സാറിൻ്റെ സ്പാ എന്ന് പറഞ്ഞ മൂവിയിൽ ഞാൻ ആക്ട് ചെയ്യുന്നത്. ഈ ഒരു മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ ഹാർട്ട് ഫെൽറ്റ്, നമുക്ക് മനസ്സിന് തൃപ്തി വരുന്നൊരു ആംബിയൻസിൽ അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു. നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്തു അത്ര തന്നെ നിങ്ങൾ കാണുന്ന എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ആൻഡ് പ്രതീക്ഷ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ സിനിമ തിയേറ്റേഴ്സിൽ വരും. ഇതിൽ കുറേ നമുക്ക് എല്ലാവർക്കും അതുപോലെ അഡൽട്ട് ജോക്സ് ഉണ്ട്. ഐ എം ഷുവർ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമർ ആയിരിക്കും. ആൻഡ് ഐ എം ഷുവർ ഓൾ ഓഫ് യു വിൽ എൻജോയ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് നമ്മളോട് എല്ലാവരും ഓണസ്റ്റ് ഒപ്പീനിയൻ ഫീഡ്ബാക്ക് പറയാം. ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരോടും കൂട്ടിയിട്ട് പോവാം. താങ്ക് യു. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഷൈൻ സാറിൻ്റെ കൂടെ ഇതിന് മുന്നേ ഒരു പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സ്പാലേക്ക് സാറ് വിളിക്കുന്നത്. അപ്പോൾ ഈ പടത്തിലുള്ള ഒരുപാട് ആൾക്കാരെ പോലെ തന്നെ എനിക്കും ഇതിൻ്റെ കഥയൊന്നും ആദ്യം അറിയാതെയാണ് വന്നത്. അത് ഷൈൻ സാറെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ പ്രോജക്റ്റിലേക്ക് ഇന്നായിരിക്കുന്നത്. അതിപ്പോഴും അതേ ട്രസ്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. ആ സിനിമ ഞാനും മുഴുവൻ കണ്ടിട്ടില്ല, കുറച്ച് ഡബിൻ്റെ പോർഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ മറ്റന്നാളെ കാണാമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കാണാൻ നമുക്ക് വെയിറ്റ് ചെയ്യണം. നിങ്ങളും കാണൂ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. അതൊക്കെ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ മേഘ. സ്പായിൽ ടൈറ്റിലിൽ ലൈക്ക് ക്ലീൻ എ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ, പക്ഷേ ഐ വോണ്ട് ടു സേസ് ഞാൻ അഭിനയിച്ച ഫ്രെയിമിൽ എൻ്റെ കൂടെ അണ്ടർ 18 പിള്ളേരുണ്ടായിരുന്നു. സോ ഐ സംവെയർ ബിലീവ് ദാറ്റ് ദിസ് സിനിമ ഇസ് നോട്ട് ആക്ച്വലി അബൌട്ട് അഡൾട്ട് ജോക്സ് ഓർ ലൈക്ക് അങ്ങനത്തെ ദ weird thought that people have regarding and around spa. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഞാൻ എൻ്റെ ഡബിങ് പോർഷൻ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾ മറ്റേ പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഫോർ ഷോ യു വുഡ് ഹാവ് എൻജോയ്ഡ് എ സ്നീക്ക് പീക്ക് ഓഫ് ദ മൂവി.
I am just like you guys, even I am excited for Feb's 13th. Cinema എല്ലാവർക്കും കാണാം. I hope everybody will enjoy it. Thank you. നമസ്കാരം. സിനിമ മലയാള സിനിമ ഫോളോ ചെയ്യുന്ന പറയും ബ്രിഡ്ഷൈൻ്റെ സിനിമകൾക്ക് ഓരോ സിനിമയും വ്യത്യസ്തമായ വിഷയങ്ങളാണ് വരിക. ഇപ്രാവശ്യവും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. നമ്മളെല്ലാവരും പല സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇങ്ങനെയൊരു സിനിമ, ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കും ഇതാദ്യമാണ്. ഈ അഭിപ്രായങ്ങൾ ഇതിൽ അഭിനയിച്ച എല്ലാവരും യോജിക്കും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുള്ള പോർഷൻസ് മാത്രമാണ് ഡബിങ് ടൈമിൽ കണ്ടത്. മുഴുവൻ സിനിമ കാണാൻ പറ്റിയത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഏതായാലും പൂജിതം മാത്രമേ ഫിലിം മുഴുവൻ കണ്ടിട്ടുള്ളൂ. എനിവേസ് നമ്മൾ പ്രേക്ഷകരെ പോലെ തന്നെ വളരെ ആങ്ഷ്യസ് ആയിട്ട് വളരെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ബ്രിഡ്ഷൈൻ ഇപ്പോഴും വളരെ വ്യത്യസ്തമായിട്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനെ വളരെ വ്യത്യസ്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യണം. ആ നിലയ്ക്ക് ആണ് ബ്രിഡ്ഷൈൻ്റെ സിനിമകൾ കാണാനുള്ള പ്രേക്ഷകരും മൊത്തത്തിൽ വ്യത്യസ്തതയാണ് പ്രതീക്ഷിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് തീർച്ചയായും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന, നമുക്ക് നിറയെ ചിരിക്കാൻ എലമെന്റുകളുള്ള ഒരു സിനിമയാണ് സ്പാ. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണാൻ, നിങ്ങൾ മീഡിയ പേപ്പർ മാക്സിമം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. സിനിമ തിയേറ്ററിൽ ഒന്ന് കാണാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. താങ്ക് യു. ഗുഡ് ഈവനിങ്. എനിക്ക് നിങ്ങളോട് ഇന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു സഹകരണം ഞങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾ സത്യം മനസ്സിലാക്കേണ്ടത്, നാളെയാണിത് നമ്മുടെ സിനിമയുടെ റിലീസ്. അത് മറ്റു തലത്തേക്ക് മാറ്റേണ്ട വന്നു. നിങ്ങൾ ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണിമുടക്ക് ആദ്യം പ്രഖ്യാപിക്കുകയായിരുന്നില്ല. സ്പാ അനൗൺസ്മെൻറ്റ് ഡേറ്റ് ആണ് ആദ്യം പ്രഖ്യാപിച്ചത്. അപ്പം സ്പായുടെ റിലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം തന്നെ പണിമുടക്ക് എന്തിനു വെച്ചു അതാരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ എന്ത് ശക്തിയാണ് എന്ന് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ശരിയല്ല? അല്ല, ഞാൻ ചോദിക്കുന്നത് പണിമുടക്കാണോ നമ്മുടെ റിലീസ് ഡേറ്റ് ആണോ ആദ്യം അനൗൺസ് ചെയ്തത്? വളരെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി നടത്തുന്ന, ഒരു സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പണിമുടക്കാണ്. എന്റെ സംശയം അപ്പൊ അത്തരത്തിലുള്ള നിങ്ങൾ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞ് നിങ്ങൾ കിട്ടുന്ന ഒരു തല്ലിന് ഞാൻ ഉത്തരവാദിയല്ല. രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ളത് വളരെ ദാരുണമാണ്. സ്പാ ഒരു മികച്ച ചിത്രമാണ്, നമുക്കെല്ലാം അറിയാം. ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, വളരെ അമിത പ്രതീക്ഷ എനിക്കുള്ള ഒരു സിനിമയാണ്, ഒരു ചിത്രമാണ് സ്പാ. ഞാനത് ഏറെക്കുറെ സിനിമ കണ്ടിട്ടുണ്ട്. എൻ്റെ മേക്കിംഗ് ആയാലും വിഷ്വൽസ് ആയാലും അത് കൈകാര്യം ചെയ്യുന്ന രീതികൾ എല്ലാം മികച്ചതാണ്. പക്ഷേ അതായത് ഈ ദാരുണമാണ് സ്പായിലോ അങ്ങോളം ഉടനീളം നടക്കുന്ന റെയ്ഡുകൾ. ചില സംഭവവികാസങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അത് ഉണ്ടായത്. ഞാനിപ്പോൾ കേരള പോലീസിൻ്റെ ഒരു മീറ്റിങ്ങിൽ അവരുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണയാണിത്. കാരണം ഞങ്ങൾ ഒരു വർഷമായി അടുത്തായി തോന്നുന്നു സ്പാ ഷൂട്ട് പൂർത്തിയാക്കിയതിന് ശേഷം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിത് സൈലന്റ് ആയിട്ട് ഇറക്കി വിടാൻ മികച്ച ചിത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമ ഇറങ്ങാറാകുമ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടണമെന്നു. അദ്ദേഹം എന്ത് ചെയ്തു, 5 സുന്ദരിമാരുടെ പടം വെച്ചാൽ ഈ സ്പായിന്ന് ഇറക്കി ബോർഡും വെച്ച് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കേരള പോലീസിന് പറ്റിയൊരു തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു ഇങ്ങനെ സ്പായിലേക്ക് കൂടി ഈ റെയ്ഡ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ചും ഒരു വ്യക്തത കുറവുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരു ആകാശഗമനം അദ്ദേഹം നടത്തേണ്ടി വന്നാൽ ശരി. നമസ്കാരം. ഇപ്പം ഇത് ഞാൻ ഷൈനിൻ്റെ രണ്ടാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ സോഫ്റ്റ് സ്പോക്കണാണ്. ഞാൻ അതിൽ I was only part of the film during the shooting for about a day, and it was quite an intense scene which I did.
Now, the one thing I know about Shine, and I also felt during the shooting of this film, is the aspect that stands out about him is his formulation of the aesthetics of a cinema, of a film, of cinema generally. Now, you have the technical aspects of, any film has a narrative, you tell a story, and but when the non-narrative aspects of it, like the technical aspects, like the cinematography, the sound, or the art direction, whatever, all the technical aspects, the non-narrative aspects that go into it, that is where I see that he has a very firm idea and a control over that process. And that always shows in all his films, you see that. It comes through very clearly. And I won't say I had a good time during the shooting, because he's a very hard taskmaster, he doesn't leave you alone just like that. But overall, it was a very illuminating experience, a very different kind of film where the spa itself transforms into a character within the film. And that was something which, to me, was very daring and bold thing to do, especially in the present context of Malayalam cinema. And I'm quite happy, and I hope, നേരത്തെ പറഞ്ഞ പോലെ നമ്മളാരും പടം കാണിച്ചില്ല, ചില സംഭവം more equal than others അവരെല്ലാം കാണിച്ചു, അല്ലേ? Okay. Ujita was the most equal amongst us, obviously. So I cannot have an opinion, and ഞാൻ എല്ലാവർക്കും പറയുന്നതാണ്, never form an opinion about a film without seeing it. Okay? കണ്ടാലേ അഭിപ്രായം പാടുള്ളൂ. അത് മറ്റവൻ പറഞ്ഞു, എൻ്റെ brother-in-law പറഞ്ഞു, it doesn't matter. You have to see it for yourself and decide for yourself. Because essentially, like we all know, cinema is a subjective understanding. And I think I've said enough. Thank you. After a small dose of Shashi Tharoor type English, ഒരു കൺട്രി ടൈപ്പ് ഇംഗ്ലീഷിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഞാൻ മലയാളം കുറച്ചുകൂടെ. ഡോണ്ട് മിസ്റ്റേക്ക് ഹിം, ഓക്കെ, ഹി വാസ് ബോൺ ബോർഡ് അപ്പ് ഇൻ ലണ്ടൻ. പകുതി ആൾക്കാർക്ക് മലയാളീസിനെ അറിയില്ല. എപ്പോഴും വിജയ് വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. കുട്ടിയായിരിക്കുന്നത് നഴ്സറി തൊട്ടിട്ട് അവിടെ പഠിച്ചിട്ടില്ലാണ്, ബിക്കോസ് ഹിസ് മദർ വാസ് ഇൻ ദ ഹൈ കമ്മീഷൻ ആൻഡ് ഓൾ ദീസ് തിങ്സ്. ബിഗ് തിങ്. എനിവേ, വിജയ് പറഞ്ഞതിനോട് ഞാൻ ഫുള്ളായിട്ടും എഗ്രി ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ ഹാർട്ട് ടാസ്ക് മാസ്റ്ററിൻ്റെ കൂടെ പണിയെടുക്കുന്ന സമയത്ത് ഐ ജനറലി എൻജോയ് ആയിട്ട്. കാരണം നമ്മളൊരു ഡയറക്ടറായിട്ട് വെൻ യു ഗോ ടു ആക്ട് വിത്ത് സംബഡി, അതൊരു പുതിയ ഡയറക്ടർ ആണെങ്കിലും ശരി, ഞാൻ ഒരിക്കലും അവിടെ പോയിട്ട് സജഷൻ കൊടുക്കാറില്ല. ബിക്കോസ് അവരുടേതായിട്ടുള്ളൊരു വിഷയമുണ്ട്. അങ്ങനെ ഞാൻ ആക്ഷൻ ഹീറോ ബിജു തൊട്ടിട്ട് ഉള്ള അസോസിയേഷനാണ്. പിന്നെ സ്പാ, ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിച്ചിട്ടാണ് ഞാൻ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടി 2-3 പ്രാവശ്യം ഷൈനിൻ്റെ വീട്ടിൽ വന്നു, സാർ ഈ റോഡ് ചെയ്യണം. ഞാൻ മോനെ വേണോ, അവസാനം പറഞ്ഞു വേണം. അപ്പം ഓക്കെ, ഇനി ഇറ്റ്സ് അപ് ടു യു. താഴത്ത് വൈഫുണ്ട്, ഒന്ന് പറഞ്ഞിട്ട് വെക്കും എന്നുള്ള കഥ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ he didn't meet my wife, he walked off. Now day after tomorrow she will be coming with me to watch the film. Whatever happens, you will be the person who is responsible, okay? But it was real fun working in this film. Our 1 day or 2 days, whatever I worked, അതിനകത്ത് എന്നാൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറയുന്നുണ്ട് ഒരു സംതിങ്. പക്ഷെ ആ സംതിങ് കാണാൻ വേണ്ടി ഞാനും ആകാംക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഇത്രയും ആൻഷൈറ്റി എനിക്ക് ഒരു പടത്തിലും അഭിനയിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ആൻഷൈറ്റി ഉണ്ട്. സോ യു ഓൾ, ആൻഡ് ഹി സെഡ് വൺ തിങ്, മീഡിയയ്ക്ക് സ്പെഷ്യലായിട്ട് ഫുൾ ടിക്കറ്റ്സ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ കാണാം. മറ്റേ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഞാൻ ഷൈൻ്റെ അടുത്ത് പറയും, ഈ ചെറിയ ക്യാമറ ആയിട്ട് വരുന്നവരെ നമുക്ക് എന്തുകൊണ്ട് അവരെ തിയേറ്ററിനകത്ത് വിളിച്ചിട്ട് പടം കാണിച്ചുകൂടാറുണ്ട്. അപ്പോൾ അത് ഷൈൻ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഗട്ട്സ് വാട്ട് യു ഹാവ് ഷോൺ. നമ്മളത് അവരെ കാണിച്ചിട്ട് ഓക്കെ, ഇനി നിങ്ങൾ എഴുതിക്കുന്നത് പറയും. സോ ദാറ്റ് വിൽ ബി ഹാപ്പനിങ്. ആ ഗട്ട്സിന് ഐ അപ്രീഷിയേറ്റ് യു. പിന്നെ ഷൈൻ പറഞ്ഞൊരു വാക്കുണ്ട് സെൻസർ എഴുതുമ്പോൾ, സാറേ ക്ലീൻ എ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേട്ടത്. ക്ലീൻ യൂന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ക്ലീൻ എ സർട്ടിഫിക്കറ്റ് ആദ്യം. അപ്പോൾ അതിൻ്റെ ഈ ചങ്കൂറ്റത്തിന് ഐ സല്യൂട്ട് യു ഫോർ ദിസ് തിങ്. താങ്ക് യു സോ മച്ച്. ആൻഡ് യു വാച്ച് ടു വാച്ച് ഇറ്റ് ആൻഡ് ദെൻ അപ്രീഷിയേറ്റ്. പിന്നെ ഈ ഇതൊരു നിമിത്തമായിട്ടായിരിക്കാം ഈ പടത്തിൻ്റെ പബ്ലിസിറ്റി തുടങ്ങിയപ്പോൾ ജോജോ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് അതൊരു സ്പാ റീഡിങ് അത് ഇത് ഫുൾ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുകയാണ് സ്പാ. സോ ലെറ്റ് ഇറ്റ് ഹെൽപ്പ് അവർ ഫിലിം.
Anyway, thank you so much. God bless you all. Watch the film and write properly. Thank you. God bless. Jai Hind. ഞാൻ ഫ്രണ്ടിലിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് സ്കൂളിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജാദാസ്. ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം ബ്രിഷയുടെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയതാണ്. കംപ്ലീറ്റ്ലി ഒരു കോമഡി ഫിക്ഷൻ മൂവിയാണിത്. അത്രയും എനിക്ക് പറയാൻ അറിയുള്ളൂ. മൂവി കണ്ടിട്ടില്ല. പിന്നെ റൈറ്റർ ഡയറക്ടർ മൂവി ആയിരിക്കും. നമ്മൾ ആക്ടേഴ്സ് ഒരു ജസ്റ്റ് ടൂൾ മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളൊരു ടൂൾ മാത്രമാണ്. ഇത് കംപ്ലീറ്റ്ലി അപ്രീഷിയേറ്റ് മൂവി ആയിരിക്കും. എല്ലാ സിനിമയെ പോലെ ഇതിൻ്റെ ഒരു ടെറൈൻ തന്നെ വ്യത്യാസമായിരിക്കും. നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും മൂവി തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ എണീറ്റെന്ന് പറഞ്ഞു. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും തന്നെയാണ് പറയുന്നത്. അപ്പോൾ സാറ് വിളിച്ചു, ഞാൻ ഒന്നും ചോദിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ വന്നു. പക്ഷെ അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഈ പ്രസ് മീറ്റ് വരെ കിട്ടിയതെല്ലാം എനിക്ക് ബോണസാണ്. അതുപോലെ തന്നെ ഈ മൂവിയുടെ ഫുൾ ഷൂട്ടിൻ്റെ സമയത്തും എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര ഫണ്ണായിട്ട് ഞങ്ങളൊക്കെ എൻജോയ് ചെയ്ത്, ഇത്രയും ക്രൂ മെമ്പേഴ്സ് ഇവർ മാത്രമല്ല ഇനിയും ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ ഭയങ്കര കംഫേർട്ട് ആക്കിയിട്ട് ചെയ്തൊരു അടിപൊളി ഒരു ഫൺ സെറ്റായിരുന്നു നമ്മളുടെ. അപ്പോൾ ഞാനും പൂജിതയും ഇതിൻ്റെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മൂവി. ആ കണ്ട സമയത്ത് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി 13th നിങ്ങളും കൂടെ കണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ട് നിങ്ങളുടെ എന്താ പറയുക ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 13th കാണാം പ്ലീസ്. താങ്ക് യു. സിനിമയുമായിട്ടുള്ള വിവരങ്ങൾ സംസാരിച്ച ശേഷം നമുക്ക് അവരോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സാർ എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രമേയം ചൂസ് ചെയ്തു? ഇപ്പം ഒരുപാട് ആളുകൾ പറയാൻ മടിക്കുന്ന ഒരു പ്രമേയമാണിത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? പറയാനൊക്കെ മടിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? ആളുകൾ പറയാൻ മടിക്കുന്ന വിഷയമായതുകൊണ്ടായിരിക്കില്ല, ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്നുള്ളൊരു തോട്ട് വരാതിരുന്നത് കൊണ്ടായിരിക്കാം. നമുക്ക് ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് മൂവി ചെയ്യുന്നു. 1993 എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അങ്ങനൊരു സിനിമ പറയാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത്രയും ആളുകളുടെ ഇമോഷൻസ്, ഇത്രയും ആളുകൾക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സബ്ജക്റ്റാണ് ക്രിക്കറ്റ്. അപ്പം ഞാൻ 2013 സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വേൾഡ് കപ്പ് കിട്ടുന്നത് 1983 അപ്പോൾ അത്രയും വർഷങ്ങൾ ഈ ഇമോഷനിലൂടെ കടന്നു പോയിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട്. ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതായത് എൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ഞാൻ പറയാനിരുന്ന കഥയാണ്, എനിക്കിത് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. നിങ്ങളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ വിപിൻ ജയ് ഹേ ചെയ്ത വിപിൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ പടം കണ്ട് കരഞ്ഞു പോയി, കാരണം ഞാൻ പറയാനിരുന്ന സിനിമയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാൻ താല്പര്യമില്ലാത്തൊരു കഥയായതുകൊണ്ടല്ലോ. അപ്പോൾ നമ്മൾ തോട്ട് വന്നില്ലായിരിക്കും ആളുകൾക്ക്. സ്പാ ബേസ് ചെയ്തൊരു സിനിമ ഒരു പക്ഷേ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കാം. അങ്ങനെ തോട്ട് വന്നില്ല, അതുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരുന്നത്. അത് പറയാതിരിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അത് ബേസ് ചെയ്ത് കഥ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും, അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇന്റർനാഷണലിയൊക്കെ സ്പാ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്, ഹിന്ദിയിലും വന്നിട്ടുണ്ട്. പക്ഷെ വേറൊരു തരത്തിൽ വന്നൊരു ഡാർക്ക് സൈഡായിരുന്നു. ഒരു പെൺകുട്ടി അവളുടെ ഒരു സ്പാ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി അവളുടെ ഫാദറിനെ അന്വേഷിച്ചിരുന്ന ഒരു കഥ, അനുരാഗ് കശ്യപിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് കുറച്ചുകൂടെ അക്കാഡമിക് സ്വഭാവമുള്ള ഒരു സിനിമയാണ്. ഞാൻ പക്ഷേ ഈ സിനിമയെ കുറച്ചുകൂടെ ഒരു ഫൺ, ഒരു ആളുകൾക്ക് തിയേറ്ററിൽ ഒരുമിച്ചിരുന്നിരിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് ചിരിക്കാൻ വേണ്ടി, ഒരുമിച്ച് ചിലപ്പോൾ ചിരിക്കുമായിരിക്കാം, ചിലപ്പോൾ ആളുകൾ ഒരുമിച്ച് തലയിൽ കൈ വയ്ക്കുമായിരിക്കാം,
അപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസ്, ഇതൊരു ഭയങ്കര സാഡായിട്ടുള്ള ഇമോഷൻ, അത്തരത്തിലുള്ള സീക്വൻസുകളില്ല. പക്ഷെ ആളുകൾ ചിരിക്കുകയോ അമ്പരക്കുകയോ അല്ലെങ്കിൽ തലയുകയോ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സീക്വൻസുകളുള്ളൊരു സിനിമയാണ്. ആ സിനിമ എനിക്കങ്ങനെ തോട്ട് വന്നപ്പോൾ ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇതെനിക്ക് 2015 എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ ഒരു തോന്നൽ വന്നതാണ്. ഈ സിനിമ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം സ്പാ ബേസിൽ ഒരു സിനിമ വന്നതല്ല. ഇതിങ്ങനെ വിത്ത് പാകി ഒരു 10 വർഷം എടുത്തുകൊണ്ട് വന്നു സിനിമ ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ ഒരു പേര് വെച്ചായാലും ഇപ്പൊ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് അശ്ലീലമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അവ കളിക്കാനായിട്ട് തന്നെ. അപ്പൊ അവരോടൊക്കെ ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മളൊരു കമന്റുകൾ ഇപ്പം നമ്മളൊരു സിനിമ ഒരു പോസ്റ്റ് ഇടുന്നു. ആ ഒരു സിനിമയുടെ പോസ്റ്റർ ഇടുമ്പോൾ തന്നെ ഈ സിനിമയെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ പറയും ഇത് പൊട്ടുന്നു, കമന്റ് വരും, ഇത് പൊട്ടും, ഇത് കൊള്ളത്തില്ല, ഇത് ഡിസാസ്റ്റർ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ടിറക്കിയാൽ അല്ലെങ്കിൽ ട്രെയിലർ ഇറക്കിയാൽ അത് കാണുന്നതിന് മുൻപ് തന്നെ ജഡ്ജ് ചെയ്തിട്ട് പറയുന്ന ആളുകളോട് അവർ ചിലപ്പോൾ അതങ്ങനെ പറയുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സിനിമ ഇറക്കി വിടുന്നത്. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു കമൻറ്റുകളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തോന്നലാണെങ്കിൽ പറഞ്ഞോളട്ടെ. അവർ കമൻറ്റല്ലേ ഇടുന്നുള്ളൂ, സിനിമ ചെയ്യുന്നത് ഞാനല്ലേ. അപ്പം ആ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് കാണും. ചിലപ്പോൾ 10 പേരായിരിക്കും ആദ്യം വരിക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവർ 15 പേരെ വിളിച്ചു വരുത്തും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്ന 15 പേരോട് വരണ്ടെന്ന് പറയും. അതിൻ്റെ വിധി തീരുമാനിക്കപ്പെടുന്നത് സിനിമ റിലീസ് ചെയ്ത ശേഷമാണ്. സിനിമ റിലീസേ ആവാതെ കമൻറ്റ് പറയുന്നവരോട് നമുക്കൊന്നും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നവരോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ജോലി ചെയ്തുകൊള്ളട്ടെ. നമ്മളുടെ ജോലി സിനിമ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. സാറേ, സ്പാ എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് വശമാണോ, അതായത് സ്പാ എന്ന ഒരു മേഖലയുടെ ബിസിനസ് വശത്തെ കുറിച്ചാണോ, അതോ അവിടെ എത്തുന്നവരുടെ മാനസിക കാര്യങ്ങളെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? സ്പാ എന്ന് പറയുന്ന സിനിമ അത് ചില മൊമെന്റ്സ് ആണ്. അതായത് മനുഷ്യർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അതിനകത്ത് പറയുന്നത്. കുറച്ചുകൂടി ഡയലോഗ് ഓറിയന്റഡ് ആണ്. പലതരം മനുഷ്യർ തമ്മിലുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ് ആ സിനിമ പറയുന്നത്. ഇതൊരു ഇറോട്ടിക് സിനിമയല്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു. ഇതൊരു ഇറോട്ടിക് സിനിമയല്ല. ഇതൊരു എന്താ പറയുന്ന അങ്ങനെ പറയാം. മനുഷ്യർ തമ്മിൽ കാണുന്നതിനെ കുറിച്ചുള്ള അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാവാം, അവർ തമ്മിലുള്ള കണ്ടുമുട്ടലാവാം, എൻകൗണ്ടർ ആവാം. രണ്ട് മനുഷ്യന്മാർ പരിചയമില്ലാത്ത മനുഷ്യന്മാർ തമ്മിൽ കാണുമ്പോൾ എൻകൗണ്ടർ ഉണ്ടാവും. അതൊക്കെയാണ് സിനിമ പറയുന്നത്. ഡേഞ്ചറസ് എൻകൗണ്ടേഴ്സ്. ശ്രുതി, ഇപ്പം ശ്രുതിയുടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം കോമഡി സ്റ്റാൻസ് തുടങ്ങി, അതിനുശേഷം കിസ്മത്ത്, അതിനുശേഷം പിന്നെ ഒരുപാട് അന്യഭാഷ ചിത്രങ്ങളും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ സ്പായിലെത്തിയിരിക്കുന്നു. ഈ ഒരു ജേണി എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ശ്രുതി കുറച്ചു നേരം മുന്നേ പറഞ്ഞു ഇപ്പം മറ്റു പല ജോബുകളിൽ നിന്നും വന്ന് ഇപ്പോൾ സിനിമകളിൽ എത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ മെയിനായിട്ട് അത് ശ്രുതി തന്നെയാണ് ആക്ച്വലി. കാരണം വലിയൊരു ഇൻസ്പിറേഷനുമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ജേണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആക്ച്വലി റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് എന്നെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാണ്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഐ എക്സ്പ്രസ് ബെറ്റർ ഇൻ ഇംഗ്ലീഷ് ദാൻ മലയാളം. സോ ഐ നെവർ ബീൻ ഏബിൾ ടു സ്റ്റേ ഇൻ എ ബോക്സ്. എൻ്റെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ഓൾവേസ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മെനി തിങ്സ്. ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായിരുന്നു. ഞാൻ ബോംബെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ NGOസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിരുന്നു. പിന്നെ ഞാൻ മോഡലായിരുന്നു. പിന്നെ ആങ്കറിങ് കുറേ ചെയ്തു. പിന്നെ ആക്ടിങ് ചെയ്തു. സോ ഇറ്റ് ഹസ് ബീൻ ആൻ അഡ്വെഞ്ചർ. ഞാനിങ്ങനെ പ്ലാനിങ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. ബിക്കോസ് പൈലറ്റിൻ്റെ എക്സാംസ് എല്ലാം കൊടുത്തിട്ട് ഞാനെല്ലാം പാസ്സായിട്ട് അമേരിക്കയിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ മുല്ല എന്നൊരു പടം
ലാജോ സാറിൻ്റെ മുല്ല എന്നെ ഓഫർ ചെയ്തത്. അപ്പോൾ ഐ വെൻറ്റ് ആൻഡ് ആക്റ്റഡ് ഇൻ ദ ഫിലിം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഫിലിം ലാൻഡ്. അപ്പോൾ ഞാൻ പൈലറ്റിംഗ് വേണ്ടെന്ന് വെച്ചു. ഇൻഫാക്ട് മൈ സിസ്റ്റേഴ്സ് നൗ എ പൈലറ്റ് വിത്ത് ഇൻഡിഗോ എയർലൈൻസ്. സോ വാട്ട് എവർ ഐ ട്രൈഡ്, എന്തോ എനിക്ക് ആ ഒരു പാത്തിൽ, എനിക്കൊരു ഡിഫൈൻ ചെയ്തൊരു പാത്തിൽ ഐ ഹവ് നെവർ ബീൻ ഏബിൾ ടു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഐ വോണ്ടഡ് ടു എക്സ്പീരിയൻസ് എവറിഥിങ്. ഇനി എല്ലാത്തിലും അത് ഫെയിലിയർ ആയാലും ശരി, ഞാൻ അങ്ങനെയല്ല എൻ്റെ ലൈഫ്, എൻ്റെ ജേർണി ഡിഫൈൻ ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും എക്സ്പീരിയൻസ് വേണം. സോ ഇറ്റ്സ് ബീൻ എൻ അഡ്വെഞ്ചർ റിയലി, ആൻഡ് യാ, ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ. ആൻഡ് അഡ്വെഞ്ചർ ഇങ്ങനെ ചെയ്ത് നടന്ന് ലുക്ക് വെർ ഐ ആം സിറ്റിംഗ് among some fantastic people. I'm talking to so many of you all. ഇത്ര ആൾക്കാരെ ഞാൻ പറയുമ്പോൾ പേഷ്യൻ്റ്ലി ഞാൻ പറയുന്നത് കേൾക്കുകയാണ്. So I'm a lucky girl, അല്ലേ? Yes. Ringtones. പേടിയില്ലാതെ എടുക്കാൻ കാരണം അല്ല, അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഗ്രേ ഷെയ്ഡ് ലൈഫിലുള്ളതൊന്നുമില്ല. മനുഷ്യർക്ക് ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ ഒരു കഥാസന്ദർഭത്തിന് അത് ഗ്രേ ഷെയ്ഡിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ആളുകൾ പറയുന്നു ഇത് ഇങ്ങനെയുള്ള സ്ഥലമാണ്, ഇങ്ങനെയുള്ള ഇടമാണ് എന്നും പറയുന്നതല്ല പറയുന്നത്. നമ്മളൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം രസകരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഏരിയകൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏരിയ, മനുഷ്യരുടെ കോൺഫ്ലിക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. മനുഷ്യരുടെ കോൺഫ്ലിക്ട്സുകൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ തിരഞ്ഞെടുത്ത് അവിടുത്തെ മനുഷ്യരെ കുറിച്ച് പറയുന്നതാണ് ഒരു ഫിലിം മേക്കറിന് അതാണ് കുറച്ചുകൂടെ ഒരു കഥ പറയാനുള്ളത്. അപ്പോൾ സ്പായിൽ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ, അവിടെ അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ, അവിടെ കഥാപാത്രങ്ങൾ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഒരു കഥയെ എടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ഇടം നമ്മൾ സൊസൈറ്റിയിലുള്ളതല്ലേ, സൊസൈറ്റിയിലുള്ള ഒരിടമാണ് അത്. അതിൻ്റെ പോസിറ്റീവ്സ് ഉണ്ട് എല്ലാത്തിനും, എല്ലാ കാര്യങ്ങൾക്കും അല്ലേ. ഇപ്പം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന മരുന്നുകൾ, ഡ്രഗ്സുകൾ, അത് ആ ഡ്രഗ്സിനെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, ഇതിൻ്റെ ഗ്രേ ഷെയ്ഡ്സ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഇത് തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ആണ് ഒരു കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യർ തമ്മിൽ കൂട്ടിമുട്ടാൻ സാധ്യതയില്ല. അത്തരത്തിലൊരു ഇടമാണ്. അല്ലാതെ ഇതൊരു ആളുകൾ ഇത് വരാൻ സാധ്യതയില്ല, ഇത് കാണാൻ സാധ്യതയില്ലല്ലോ എന്ന് ഒരു ഫിലിം മേക്കർ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒട്ടുമേ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു ആണെങ്കിലും ഒരു തരത്തിൽ ചിന്തിച്ച ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിലേക്കാണോ ഈ സിനിമയിൽ കാണുന്നത്? എല്ലാ സിനിമയും പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല. ഒരു പരീക്ഷയിൽ പാസ്സായിട്ട് നമ്മൾ ആ ഉത്തരങ്ങൾ മുഴുവൻ പിന്നീട് എഴുതി വയ്ക്കുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. എല്ലാം പുതിയതാണ്. നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്തു, വിജയിച്ചു. ആ വിജയിച്ചത് അതേ ഫോർമാറ്റ്, അതേ കഥ, അതേ തിരക്കഥയിൽ രണ്ടാമത് വരുമ്പോൾ ഇതെന്തിനാണ് ഇത് മറ്റേ സിനിമയല്ലെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വിജയ ശതമാനം ഇങ്ങനെയല്ല. ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയ ശതമാനം 10% വിജയമുള്ളൂ. 90% പരാജയ സാധ്യതകളും 10% വിജയ സാധ്യതകളും മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അപ്പോൾ ഓരോ കഥയും ഓരോ സിനിമയും നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ല. ഒരു പ്രാവശ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വീണ്ടും അതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതല്ലല്ലോ സിനിമ. അതൊരു വേറെ തരം ഒരു ക്രാഫ്റ്റ് അല്ല. ടെക്നിക്കലി എല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷെ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പുതിയതാണ്. അതിനകത്തുള്ള കഥാസന്ദർഭങ്ങൾ, അതിൻ്റെ ഒരു ഗ്രാഫ് എല്ലാം വേറെ. അതുകൊണ്ട് എല്ലാ സിനിമകളും പരീക്ഷണങ്ങൾ തന്നെയാണ്. എൻ്റെ എല്ലാ സിനിമകളും പരീക്ഷണങ്ങളാണ്. ഈ സിനിമയും പരീക്ഷണമാണ്. കാരണം ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂട്ടമായിരുന്ന് രസിക്കാൻ വേണ്ടിയിട്ടും ചിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതല്ലാതെ ഇതിനൊരു
ഇതൊരു ഫിലോസഫിക്കൽ സിനിമയോ ഒരു ഇൻ്റലക്ച്വൽ സിനിമയോ ദുർഗ്രാഹ്യമായ സിനിമയോ ഒന്നുമല്ല. ഇത് ആളുകൾക്ക് കണ്ട് രസിക്കാൻ വേണമെങ്കിൽ രസിക്കാം, ചിരിക്കാം, വിമർശിക്കാം, ചർച്ച ചെയ്യാം, അതിനൊക്കെ സാധ്യതകളുള്ള സിനിമയാണ്. കൊമേഴ്സ്യലാണ്. ഇത്രയും ഒരു എളുപ്പം ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കുറേ അധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് അതിനെ കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം? എല്ലാ സിനിമയെക്കുറിച്ചും ഞാൻ റിസർച്ച് ചെയ്യാതെ, കാരണം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ സംവിധായകൻ ഒരു സെറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ഞാൻ ഇങ്ങനെ തന്നെയാണോ പെർഫോം ചെയ്യേണ്ടത്, ഈ ഡയലോഗ് ഇങ്ങനെ ഈ കഥാപാത്രം ഡയലോഗ് പറയാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പലതരം ചോദ്യങ്ങൾ ഈ സെറ്റിലുള്ള ആർട്ട് ഡയറക്ടർ നമ്മൾ ചോദിക്കും. ഈ ആർട്ട് പ്രോപ്പർട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കൃത്യമാണോ, കറക്റ്റാണോ, ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ആക്ടേഴ്സ്, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാ സമയത്തും എല്ലാ ചോദ്യങ്ങളും എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസും നമ്മളോട് ചോദിക്കും, ഇതിങ്ങനെയാണോ, ഇതിങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ അതങ്ങനെയാണ്, അതങ്ങനെ വേണ്ട, യെസ് ഓർ നോ ഒരു സംവിധായകൻ പറയണം. അത് തെറ്റായാലും ശരിയായാലും ആ യെസ് ഓർ നോ പറയണമെങ്കിൽ മിനിമം നമുക്കൊരു ധാരണ വേണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ യെസ്സും നോയും നമ്മൾ പറയാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഈ സിനിമയെല്ലാം ഞാൻ എന്ത് സിനിമയെക്കുറിച്ച് ചെയ്താലും ആ പഠനമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൊത്തം എൻ്റെ ഇമാജിനേഷനിലുള്ള കാര്യമായിരിക്കും. ആ ഇമാജിനേഷനിലുള്ള കഥ പറയുമ്പോഴും ആ ലോജിക് വൈസ് ഉള്ള ആൻസേഴ്സ് പറയാൻ ബാധ്യസ്ഥനാണ്. അറിവില്ലാതെ പറ്റില്ല, അറിവ് ശേഖരിക്കാതെ പറ്റില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയൊരു റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മേയറുടെ നേതൃത്വത്തിൽ. ഇനി അധികം വൈകാതെ കൊച്ചിയിലേക്കും ഈ സ്പാ കേന്ദ്രങ്ങളിലേക്ക് റെയ്ഡിന് വലിയ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചിത്രം അത് ബിസിനസിന്റെ രണ്ട് സൈഡ് ഉണ്ടാവും, മോശം രീതിയിൽ നടത്തുന്നവരുണ്ടാവും, നല്ല രീതിയിൽ നടത്തുന്നവരുണ്ടാവും. ഈ ചിത്രം സ്പാ ഇൻഡസ്ട്രിക്ക് പോസിറ്റീവ് ആവോ അത് നെഗറ്റീവ് ആവോ റിലീസായി കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും? ഇതൊരു സിനിമയായിട്ട് മാത്രം കാണേണ്ട ഒന്നാണ്. ഇതൊരു ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമ മാത്രമാണ്. ഇതൊരു ഡോക്യുമെന്ററി അല്ല. നിങ്ങൾ യൂട്യൂബ് അടിച്ചു നോക്കിയാൽ സ്പായിലെ റെയ്ഡുകൾ അല്ലെങ്കിൽ സ്പായിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കൊച്ചി സ്പാ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന മുഴുവൻ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളായിരിക്കും, കാര്യങ്ങളായിരിക്കും. അങ്ങനെ എത്രയോ വാർത്തകൾ യൂട്യൂബിൽ കിടക്കുന്നു, എത്രയോ പ്രാവശ്യം വീഡിയോയിൽ വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും പലപ്പോഴായിട്ട് വാർത്തകൾ കൊടുത്തിട്ടുള്ളതെന്നാണ് സ്പായെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം. സ്പായുടെ ഗ്രേ ഷെയ്ഡ്സിനെ മെൻഷൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ്സ് പറഞ്ഞിട്ടില്ലായിരിക്കും, നെഗറ്റീവ്സ് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഇതിനെ ചിരിക്കുമായിരിക്കും. എന്തായാലും യൂട്യൂബിൽ വാർത്തകളിൽ വന്നിട്ടുള്ളത് അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റിൽ സിനിമ ഒരു വലിയ മാധ്യമമായതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നേക്കാം. ഇത് സ്പായെക്കുറിച്ച് മാത്രമല്ല, സൊസൈറ്റിയിലുള്ള മനുഷ്യന്മാരെക്കുറിച്ച്, മനുഷ്യരുടെ ഹിപ്പോക്രസിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, സമൂഹത്തെക്കുറിച്ചേ സംസാരിക്കുന്നുണ്ട്, സ്പായെക്കുറിച്ച് മാത്രമല്ല. പിന്നെ അത്തരത്തിൽ ഒരു സ്പായിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ ഇനി അത് കൊച്ചിയിലേക്ക് റെയ്ഡ് വന്നേക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭയക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംസാരിക്കേണ്ടത് ഒരുപക്ഷെ ഈ സ്പാ നടത്തുന്ന ആൾക്കാർ കുറച്ചുകൂടെ ബെറ്ററായിട്ട് സംസാരിക്കാം. എനിക്കിവിടെ സുകേഷ് സ്പാ നടത്തുന്ന ആളാണ്. സുകേഷിന് എന്തെങ്കിലും പറയണമെങ്കിൽ താങ്കൾക്ക് സുകേഷിനോട് ചോദിക്കാം. ഞാൻ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. സുകേഷ് എന്തെങ്കിലും പറയണം. എനിക്കൊരു സ്പാ ഓണർ ഇതിനെക്കുറിച്ച് ഇതുവരെ എവിടെയെങ്കിലും സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സുകേഷിനോട് ചോദിക്കാം. സുകേഷ് ഹലോ, സുകേഷ് ഇതുപോലൊരു ജേർണലിസം ഞാൻ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സ്പാ ഓണർ എന്നത് പെട്ടേക്കും ഒരു സ്പാ ഓണറിൽ തന്നെ ചിലപ്പോൾ കണ്ടു കാണില്ല. നമ്മളെപ്പോഴും വാർത്തകളിൽ കുറെ ഇങ്ങനെ കേൾക്കുന്നതാണ് അല്ലേ. എൻ്റെ പേര് സുകേഷ്. ഞാൻ 2010 മുതൽ ഇവിടെ എറണാകുളത്തുണ്ട്. ഞാൻ IT മേഖലയിലായിരുന്നു. ബാംഗ്ലൂർ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്, അതുപോലെ തന്നെ ഇവിടെ 2014 മുതൽ ഐ ബീൻ റണ്ണിങ് എ IT services company called Digital Solutions, and I started SPA in 2019. So I was also a consultant with the United Nations as an online strategy consultant. I have worked in various different fields when it comes to online strategy and communication. So ഞാൻ ആദ്യമായി ഒരു സ്പായിൽ കയറുന്നത് ഞാൻ 2010 ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാം. ബാംഗ്ലൂരിൽ നിന്ന് ടെക്നോ പാർക്കിലേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് 2010
എനിക്കൊരു ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിന് 5-6 മണിക്കൂറിന് അവരെനിക്കൊരു വേറെ ടിക്കറ്റൊക്കെ തന്നു. ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്ത് ചെയ്യും ഈ സമയം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു സ്പാ ഉണ്ട്, O2 സ്പാ ആണ്. ഇന്ന് ആ ബ്രാൻഡിങ്ങില്ല, വേറെ ബ്രാൻഡാണ് അവർ. അപ്പോൾ ഞാൻ മടിച്ച് പേടിയോടെ, കാര്യം നമ്മളൊക്കെ അന്ന് ഞാൻ ഇൻകമൊക്കെ വളരെ പ്രശ്നത്തിലാണ്, ക്രെഡിറ്റ് കാർഡിലാണ് ഓടിക്കൊണ്ടിരുന്നത്. മടിച്ച് ഞാൻ ആ സ്പായിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് ചോദിച്ചു, മെനു ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ ഫുഡ് മസാജ്, ഹെഡ് മസാജ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് മസാജ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴമ്പൊക്കെ കാലിൽ തേച്ച് കൊടുക്കും, നിങ്ങളൊക്കെ പറഞ്ഞാവും അല്ലേ, അങ്ങനെ തേച്ച് കൊടുച്ചാലാണ് എനിക്ക് ഈ പരിപാടി ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫുഡ് മസാജ് ആവാം, മെനു നോക്കി ഫുഡ് മസാജ് ആവാം. ആൻഡ് ആ മൂമെന്റ് ആക്ച്വലി ചേഞ്ച് മൈ ലൈഫ്. അതായത് എൻ്റെ സ്പായിൽ ഞാൻ പറഞ്ഞ എവ്രി വൺ ഡിസേർവ്സ് എ ഗുഡ് മസാജ് എന്നാണ്. ദ മൂമെന്റ് ദാറ്റ് ആ ട്രെയിൻഡ് തെറാപ്പിസ്റ്റ് ടച്ച് ചെയ്യുന്ന മുതൽ ആ ഒരു 45 minutes ഐ വാസ് ലിറ്ററലി സ്ലീപ്പിംഗ്. അന്നാണ് ഞാൻ ആക്ച്വലി സ്പാ എന്താണെന്ന്, ആക്ച്വലി എന്താണ് ഒരു എക്സ്പീരിയൻസ് എവരി വൺ ഷുഡ് ഗെറ്റ് എന്നുള്ളത് ഞാൻ അന്നാണ് കാണുന്നത്. ആൻഡ് ദെൻ ഞാൻ ഇങ്ങനെ വലിയ സിറ്റീസിലൊക്കെ പോകും, ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആളാണ്. വലിയ സിറ്റീസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ നല്ല സ്പാ ഇത് നോക്കി ഐ യൂസ് ടു ഗോ ദെയർ. ആൻഡ് അങ്ങനെ 2019 അന്ന് നിങ്ങൾ ഈ കാണുന്ന വെടിയും പുകയൊന്നും ഇല്ല കേട്ടോ. 2019 ഞാൻ എന്താ പറയുക എൻ്റെതായ സ്പാ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോട്ടോൺ ഡേ സ്പാ എന്നാണ് പേര്. കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നമ്പർ 1 പ്രൊഫഷണൽ ഡേ സ്പാ ബ്രാൻഡാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. ആൻഡ് ഓൾസോ വി ഹാവ് 4 ബ്രാഞ്ചസ്. ഗ്രാൻഡ് മാളിലുണ്ട് എടപ്പള്ളി, അതുപോലെ തന്നെ MG റോഡ് സെൻട്രൽ സ്ക്വയർ മാളിലുണ്ട്, തോപ്പുംപടിയുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്. ആൻഡ് വി ഹാവ് പ്ലാൻസ് ടു സ്പ്രെഡ് അക്രോസ് സൗത്ത് ഇന്ത്യ ആൻഡ് ഇന്ത്യ. ഈ O2 ഒക്കെ നിങ്ങൾ കേട്ടില്ല, അതുപോലൊരു വലിയൊരു ബ്രാൻഡായി മാറുന്നത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഈ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഈ ഒരു എന്താ പറയുക പോലീസോ അല്ലെങ്കിൽ മറ്റു അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്പാ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ റിസർച്ച് ചെയ്യാൻ സുകേഷ് വരെ ചോദിച്ചത് സ്പാ സിനിമ ഇറങ്ങുന്നത് ഇതിനകത്ത് ഗ്രേ ഷെയ്ഡ്സ് ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺപ്രൊഫഷണൽ ആയിട്ടുള്ള എൻ്റെ സ്പാ കുറച്ച് അൺപ്രൊഫഷണലാണ്. പ്രൊഫഷണൽ ഞാൻ നടത്തുന്നത് പ്രൊഫഷണൽ സ്പായാണ്. നമ്മുടെ സിനിമയിലുള്ളത് കുറച്ച് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള സ്പായാണ്. അത്തരത്തിലുള്ള സ്പായെ കുറിച്ച് സിനിമ വരുമ്പോൾ ഇത് സ്പായെ ജനറലൈസ് ചെയ്ത ആളുകൾ കാണുകയും ഇത് ഇത്തരത്തിലുള്ള റെയ്ഡ് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ നിങ്ങൾ പൊതുവെ ഇപ്പോൾ നടക്കുന്ന തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു, സ്പാ കൂട്ടപ്പെടുന്നു, അത്തരത്തിലുള്ള ഈ ആക്ഷൻസ് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ശരിയ തെറ്റുകളെ കുറിച്ച് എന്താണ് പറയുന്നുള്ളതായിരിക്കും അദ്ദേഹം ചോദിച്ചത് അല്ലേ? ഓക്കെ, അത് ഫണ്ടമെന്റലി ഞാൻ പറയും ഒരു സമൂഹത്തിന് ആ സമൂഹം ഇന്നിനൊക്കെ നിലനിൽക്കുമ്പോൾ സമൂഹത്തിന് അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ടാവും എല്ലാത്തിനെ പറ്റിയും. അതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ മേയറൊക്കെ വളരെ നല്ല ആളാണ്, നല്ല ഉദ്ദേശത്തോടെയാണ് അവരൊക്കെ പറയുന്നത്. എല്ലാവർക്കും നല്ല ഉദ്ദേശമാണ്. എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ തന്നെ ഈ ഫീൽഡിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണല്ലോ നമ്മൾ പത്രവാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സർക്കാർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മളെ പോലെ നടന്ന 1-2 ഒരുപാട് നന്നായി പ്രൊഫഷണലായി ട്രെയിൻഡ് സ്റ്റാഫിനെ കൊണ്ടും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു നടത്തുന്ന ഇഷ്ടംപോലെ സ്പാകളുണ്ട്. ആൻഡ് എനിക്ക് തോന്നി ഈ ഒരു മേഖലയിൽ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സമൂഹം അതാണ് ആവശ്യപ്പെടുന്നെങ്കിൽ ആവശ്യമാണ്. ആൻഡ് അതിൽ നമ്മളെ പോലുള്ളവരെയും കൂടി സർക്കാർ വിളിക്കുകയും ചർച്ച ചെയ്യുകയും എന്താണ് ഇതിൽ നമ്മുടെ ഭാഗത്തുള്ള പറയാനും കൂടി കേട്ട് കഴിഞ്ഞാൽ മേ ബി എന്താ പറയാ അത് നല്ലതായിരിക്കും. എത്തരത്തിലുള്ള അതുപോലെ ഇടപെടലുള്ള സാധ്യത ചെയ്യണമെന്നാണ് ഞാൻ പറയാം. അതിപ്പോ പ്രീവിയസ് മൂവി ഉണ്ടല്ലോ, ഇപ്പോ ആക്ഷൻ ഹീറോ ബിജു, അത് പോലീസുകാരെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ടാണ് ചിത്രീകരിച്ചത്. ഇപ്പൊ സ്പാഡ് ചിത്രീകരിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് അത് ബാഡാവോ നെഗറ്റീവോ എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടില്ല. കാരണം സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ വരുന്നുണ്ട്, അത് സെക്സ് സർവീസ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്റർ എന്നുള്ള ഒരു വ്യാഖ്യാനം ഉണ്ട്. അതിപ്പോ കമന്റുകളായിട്ട് ഇങ്ങനെ വരുന്നത്, അത് പക്ഷേ ഇപ്പൊ കറക്റ്റ് റൈറ്റ് ടൈമിലാണ് വരുന്നത്. ഞാൻ ഷൈൻചേട്ടനുമായിട്ട് ഈ പടത്തിന്റെ ആലോചന ഘട്ടത്തിൽ തന്നെ പുള്ളി റിസർച്ചിന്റെ സമയത്ത് തന്നെ നമ്മൾ ബന്ധപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഇതിനോട് പുള്ളിയായിട്ട് സംസാരിച്ചതിന് എനിക്ക് മനസ്സിലായത് ഇത് എൽബർട്ട് ഷൈൻ്റെ സ്പായാണ്,
ഒരിക്കലും എന്റെ സ്പായോ മറ്റൊരു സ്പായ ഇത് എപ്രിഷിയേറ്റ് സ്പാ ആണ്. അത് കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. എപ്രിഷിയേറ്റ് സ്പാ എങ്ങനെ ഉണ്ടാവും അതേ ഡാറ്റ കളക്ഷൻ പല സ്ഥലത്ത് എടുക്കുകയും പിന്നീട് നമ്മൾ ഇമാജിനേഷനിൽ എൻ്റെ സ്പാ ജനറലൈസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ സിനിമ അത് അതെ 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 അത് കുറച്ച് ഇമാജിനേഷനോ ഫിക്ഷനോ ഒക്കെ ആയിരിക്കാം. ബാക്കി കാര്യങ്ങൾ ഒക്കെ ഈ പറയുന്നത് സാങ്കല്പികമാണെന്നോ ഈ കഥയും ഈ കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്നൊരു ടാഗ് ഞാൻ എൻ്റെ മുന്നിൽ വയ്ക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു നല്ല സ്പായിൽ പോകാത്തതുകൊണ്ടാണ് ഈ ചിന്തയെന്നാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു സിനിമയാണ് എന്ന് നിങ്ങൾ അടിവരയിട്ട് ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കണം. അല്ലെങ്കിൽ പോലീസ് സ്പാ എന്ന തിയേറ്ററിൽ റെയ്ഡ് നടത്തുമോ എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പം നിങ്ങൾ ഇത് ചിത്രമാണ്, ഇങ്ങനെ സിനിമയുണ്ട് എന്ന് നിങ്ങൾ പറയണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. ജോജി ജേർണലിസം കഴിഞ്ഞാണ്. അതെ, രണ്ടുപേരും ജേർണലിസം കഴിഞ്ഞ ആൾക്കാരാണ്. ചോദ്യം സുകേഷ് അലൻ തരുമോ? സുകേഷ് വെറുതെ കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ആർക്കൊന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കാം. ആർക്കെങ്കിലും ചോദിക്കാറുണ്ടോ എന്തെങ്കിലും? ഇത് ഡോക്ടർ അലൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇവർക്ക് ചോദിക്കാനില്ലെങ്കിൽ അലനോട് ഞാൻ ചോദിക്കുകയാണ്. അലൻ, ഈ സ്പാ എന്ന് പറയുന്ന തിരുമൽ കേന്ദ്രങ്ങൾ, മസാജ് സെന്റർ, അവിടെ സ്പാ ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിൽ മസാജ് തെറാപ്പി നല്ലതാണോ ഇല്ലയോ? ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ബോഡി മസാജാണ്. അപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ സ്പാ എന്ന് പറയുമ്പോൾ സെക്സുമായിട്ട് മാത്രം ആദ്യം റിലേറ്റ് ചെയ്യാം. പക്ഷെ അത് അങ്ങനെയല്ല. സ്പാ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന ശരിക്കും മസാജാണ്. അത് പല രാജ്യങ്ങളിൽ പല രീതിയിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും പല രാജ്യങ്ങളുടെ സ്പായിൽ വരുമ്പോൾ മസാജിന്റെ പേരിലാണ് അറിയുന്നത്. ഇത് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു മനുഷ്യനല്ല, ഒരു ജീവനുള്ള ശരീരത്തിന് അവന് കൂടുതലും ഉന്മേഷം വരിക ചെയ്യും. മാത്രമല്ല, ഒരു മനുഷ്യന്റെ രീതിയിൽ ഏറ്റവും കൂടുതൽ അവൻ അനുഭവിക്കുന്നത് സ്ട്രെസ്സാണ്. നിങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഇപ്പൊ നമ്മൾ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഇരിക്കുന്ന എല്ലാ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് പകുതിയോളം, ചിലപ്പോൾ ഒരു 100% തന്നെ നമുക്കത് ഇല്ലാതാക്കുന്നത് ഈ ഒരു ബോഡി മസാജ് കൂടിയാണ്. അതിനകത്തുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിനൊരു ഫിസിയോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. ബോഡി മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുക. നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോണല്ലോ, ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുക, നമ്മുടെ സ്ട്രെസ് കുറയുക. സോ നിങ്ങൾക്കറിയാം, സ്ഥിരമായിട്ട് ഇപ്പൊ നോർമൽ അത്ലറ്റിക്സ് നമ്മുടെ പ്രൊഫഷണൽ പ്ലെയേഴ്സ് ഒക്കെ ഇവർ ഡെഫിനറ്റ്ലി മസാജ് ചെയ്യുന്നവരാണ്. പക്ഷെ നിങ്ങൾ അറിയില്ല, അവർക്ക് അതിന്റെ ഗുണം എന്താണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഒരു പ്രൊഫഷണൽ സ്പാ, നമ്മുടെ കേരളത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് തരത്തിലുള്ള സ്പായാണ് നടക്കുന്നതെന്ന് വ്യക്തമായ അറിവില്ല. കാരണം അതൊക്കെ ഒരു ബിസിനസിന്റെ സൈഡാണ്. പ്രൊഫഷണൽ സ്പാ എന്ന് പറയുന്ന ഒരു ബോഡി മസാജ് നിങ്ങൾ ഒരു ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ എന്താ പറയാ ശ്രദ്ധാലുവായിരിക്കും നിങ്ങളുടെ ജോലികളിൽ. അതൊരു ഇതിന്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണ്. അതിന് യാതൊരുവിധ മാറ്റമില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അദ്ദേഹത്തോട്? ഈ ഇത്തരത്തിലുള്ള സുകേഷ് ഞാൻ അവർക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ തെറാപ്പി, തിരുമൽ, മസാജ്, അത് എങ്ങനെയാണ് അൺപ്രൊഫഷണലായി മാറുന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടത് അല്ലേ? അത് എപ്പോഴാണ് ഇത് പ്രൊഫഷണലിസത്തിൽ നിന്ന് അൺപ്രൊഫഷണലിസത്തിലേക്ക് അങ്ങനെ മാറാനുള്ള സാധ്യതകളുണ്ടോ? മാറാതെ നിങ്ങൾ എങ്ങനെ ഇതിനെ അല്ലേ? ഒരു ഇഞ്ചിന്റെ വ്യത്യാസം അല്ല, അരയിഞ്ച് 3/4 ഇഞ്ചിന്റെ വ്യത്യാസമാണ് പ്രൊഫഷണൽ. 3/4 ഇഞ്ച് വ്യത്യാസത്തിന്റെ പ്രൊഫഷണലി ട്രെയിൻഡുകളെല്ലാം അവർക്ക് ഈ 3/4 ഇഞ്ച് ഗ്യാപ്പ് എവിടെയാണെന്ന് കൃത്യമായി അറിയുന്നവരാണ്, അത് പാലിക്കുന്നവരാണ്. നിങ്ങൾ ഈ 3/4 ഇഞ്ചോ അല്ല 1/2 ഇഞ്ചോ ഗ്യാപ്പ് വിട്ട കാര്യം മാറി. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ സ്പാകള് അതിന് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്, ട്രെയിനിങ്സ് ഉണ്ട്, സർട്ടിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെയാണ് പ്രൊഫഷണൽ സ്പാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടോ ഇത്
തീർച്ചയായിട്ടും ഇത് ഇങ്ങനൊരു കോഴ്സ് ഏകീകരിക്കപ്പെട്ട രീതിയിലില്ല. ഐ മൈസെൽഫ് ആം ട്രെയിൻഡ്. ഞാൻ VLCC ഓറിയന്റൽ സ്പാ തെറാപ്പിയിൽ സർട്ടിഫൈ ചെയ്ത ആളാണ്. ആൻഡ് ഒരുപാട് ഇപ്പം എൻ്റെ സ്റ്റാഫ് എല്ലാം നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റാഫാണ്. അതായത് തെറാപ്പിസ്റ്റുകളല്ല, ഫീമെയിൽ തെറാപ്പിസ്റ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് നോർത്ത് ഈസ്റ്റിൽ ഒരുപാട് സ്ഥലത്ത് സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മളും ചിലപ്പോഴൊക്കെ ട്രെയിൻ ചെയ്ത് അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. ഒരു ഏകീകൃതമായി ഒരു സർട്ടിഫിക്കേഷൻ സമ്പ്രദായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നാൽ സ്വാഗതം ചെയ്യുക അതിന്. സ്പാ സെന്റേഴ്സിന് വല്ല അസോസിയേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരെയും സമീപിച്ചില്ല, ആരും എന്നെ സമീപിച്ചില്ല. സ്പാ എന്ന് പറയുന്നത് ബെൽജിയത്തിലെ ഒരു ടൗണിന്റെ പേരാണ്. അവിടുത്തെ വാട്ടർ തെറാപ്പി അവിടുത്തെ ഹൈഡ്രോ തെറപ്പി, അതായത് വെള്ളം കൊണ്ട് തെറപ്പി ചെയ്യുന്നത് ബോഡിയിലെ ക്ഷീണമൊക്കെ മാറ്റി സ്ട്രെസ് മാറ്റിയെടുക്കുന്ന ഒരു തെറപ്പി. ഐ തിങ്ക് 16th or 17th സെഞ്ച്വറിയിൽ അവർ ഡിസ്കവർ ചെയ്തതാണ്. ആ സമയത്ത് ദാറ്റ് ഈസ് എ സ്മോൾ സിറ്റി ഇൻ ബെൽജിയം വാസ് കോൾഡ് സ്പാ. അപ്പോൾ അവിടെ നിന്നാണ് പേര് വന്നത്. കൂടാതെ വേറെ വേർഷൻസ് ഉണ്ടല്ലേ? എന്താണ് അതിന്റെ വേറെ വേർഷൻസ് എന്താണ്? ശ്രീകാന്ത് സിനിമയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സിനിമ എനിക്ക് വേറൊരു പോയിന്റ് പറയാനുള്ളത്, ഈ മുക്കാലിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞില്ലേ, ആ വ്യത്യാസത്തിന് ഉത്തരവാദി സ്പാ നടത്തുന്നവരോ സ്പാ സ്പെഷ്യലിസ്റ്റ് തെറാപ്പിസ്റ്റുകളല്ല. അതൊരു ഉത്തരവാദി ചെല്ലുന്ന ആൾ കൂടിയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ എനിക്ക് ഫുഡ് മനസ്സിലാക്കുന്നത് എനിക്ക് പേടിയുണ്ട് കേട്ടോ. അതെ, ഒരു കാര്യം, ശ്രുതി ആയുർവേദ മസാജിന്റെ ഡോക്ടറാണ്. ഇവർക്കും തിരുമലുണ്ട്. പ്ലീസ് ബി റെസ്പെക്ട്ഫുൾ. അപ്പോ ശ്രുതി ഷീസ് എ ഡോക്ടർ. പ്ലീസ് ബി റെസ്പെക്ട്ഫുൾ. അല്ലാതെ റെസ്പെക്ട്ഫുൾ ആരെങ്കിലും പെരുമാറിയോ? ഞാൻ പറയാണ്, ജസ്റ്റ് പ്ലീസ് ബി റെസ്പെക്ട്ഫുൾ. ഇവിടെ കുറച്ച് നോട്ടി ബോയ്സ് ഇരിക്കുന്നുണ്ട്, ഫോൺ വിളിച്ചിട്ട് എനിക്കറിയാം. ശരി, ശ്രുതി. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. സ്പായും ആയുർവേദ തെറാപ്പി തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. സ്പാ ഈസ് നോട്ട് ആയുർവേദ തെറാപ്പി. സോ അത് എല്ലാവരും മനസ്സിലാക്കണം. If you go to any Ayurveda treatment center and take the treatment, I think you will definitely have a clear, line between spa and spa massage is not Ayurveda treatment. Ayurveda treatment is completely different, wherein we take care of doshas, dhatus, and all the physical, mental, metabolic fire. Everything is involved in Ayurvedic treatment. ശ്രുതി ഡോക്ടർ സ്പായിൽ പോകാറുണ്ടോ? ഞാൻ പോവാറുണ്ട്. ഡോക്ടർ വരെ സ്പായിൽ പോകും. ഞാൻ സ്പായില് spa is something like a refreshment and relaxing kind of treatment. It's not therapy. It is your disease cannot be cured with spa, but it can be cured with Ayurveda. I do go to spa just to stress relieving, relaxation. സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അതെ. ഡോക്ടർ സ്ട്രെസ് ഉള്ളപ്പോൾ സ്പായിൽ പോകാറുണ്ട്. പോവാറുണ്ട്. ഡോക്ടർ പോയിട്ടുള്ള ഒരു നല്ല സ്പായുടെ പേര് പറയുന്നത് പ്രോട്ടോണിൽ പോയിട്ടുണ്ട് ഞാൻ, and ലോട്ടസിൽ പോയിട്ടുണ്ട്. I think these two are the one I frequently go. I do take treatment in my own center also. സ്പായിൽ നടക്കുന്ന അൺപ്രൊഫഷണൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡോക്ടർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷേ I did not have any problem with any of the spa which I have had. ഇന്ത്യയിൽ പോയിട്ടുണ്ട്, ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്, ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ട്, തായ്ലാൻഡിലും പോയിട്ടുണ്ട്. I did not find any wrong in any of the spas which I have visited. ഈ സ്പാ തെറാപ്പി ചെയ്യുന്ന ആളുകൾ, ഈ തെറാപ്പിസ്റ്റുകൾക്ക് ഈ ജോലി അറിയാം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് പ്രോപ്പറായിട്ടാണ് ഈ തെറാപ്പി ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടല്ല ഇവർക്ക് ഇത് അറിയാമോ ഇല്ലെന്ന് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലാവും? അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സിൽ അവർ എക്സ്പീരിയൻസ്ഡ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്, ബട്ട് എക്സ്പീരിയൻസ് മേ ബി 5 years 10 years എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് their hand will move in different, they'll have a different technique of treatment. It is not that you learn from a school, it is all practice. So we get to know when if the therapist is a new joinee or a 1-year experience, 5-year experience, we get to know when they do that treatment. ആയുർവേദ
നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. യാതൊരു ബന്ധമില്ല. നമ്മുടെ മെഡിസിൻസ് ആർ ഓൾസോ നമ്മുടെ ഡിഫറെന്റ്. എണ്ണത്തൊടിയിലെ No, it's all different. Completely നമ്മൾ different. തിരുമെന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് ഈ സ്ഫടികത്തിലെ ലാലേട്ടനെ ചവിട്ടി തിരുമെന്നാണ്. അത് വേറെയാണ്. കേരള not massage, Kerala Ayurveda treatment is different. There is a technique called Kalari. I am not very well experienced in that and I don't know much about it. I think someone else who know about it can explain it well. Kalari is completely different and Ayurveda is different. Yeah, maybe I think someone to say something. നമ്മളിപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും പുറത്തുനിന്ന് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്സ്റ്റീൻ ഫയൽസിലേക്ക് പോലും ഈ പറഞ്ഞ കേരള മസാജ് എന്ന് പറഞ്ഞ് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഒരു ടൂറിസം മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ മസാജിനെ പറ്റി. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആയുർവേദ ടൂറിസം ആണ് കേരളത്തിൽ കൂടുതൽ. ഈ ആയുർവേദയുടെ പേര് വെച്ചിട്ട് പീപ്പിൾ നോ ദേ മേക്ക് യൂസ് ഓഫ് എക്കണോമിക്ക് വേണ്ടിയിട്ടാണ് they use manipulation എന്ന് പറയാം. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം എനിവൺ. സീസ് ഓൾ ദേ ആർ അവരവർക്ക് വേണ്ടതുപോലെയാണ് അവർ ചെയ്യുന്നത്. ബട്ട് they really cannot use Ayurveda in the spa, but they're doing. I don't have any problem. Nobody will have a problem. But Ayurveda is different. That's all. ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നേരത്തെ ഡോക്ടർ ചോദിച്ചു ഈ ചവിട്ടി തിരുമലിൻ്റെ കാര്യം. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇൻ പെരിങ്ങോട് പൂളി മനക്കിൽ ചവിട്ടി തിരുമുന്ന ആളുകളുണ്ട്. അവർ തിരുമുന്ന സമയത്ത് ഒരു കയറ് കെട്ടി തൂക്കിയിട്ട് ആ കയറിൻ്റെ മുകളിൽ പിടിച്ചിട്ടാണ് അവർ ഈ കാലിൻ്റെ തള്ളവരിൽ വെച്ചിട്ടാണ് പ്രഷർ കൊടുക്കുന്നത് ഫുൾ ബോഡിക്കകത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ കയ്യിൻ്റെ മുകളിലാണ് ഒരു ഫുൾ ബോഡി ബാലൻസ് ചെയ്തുകൊണ്ട് ഈ തള്ളവിരലിൽ കൂടിയാണ് നമ്മുടെ ബോഡിയിലത്തെ ഓരോ പോർഷനെയും പ്രസ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ചവിട്ടി തിരുമുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ കണ്ണ് സ്ക്വിൻ്റായി കിട്ടും. അത്രയും കോൺസെൻട്രേഷനാണ് അവർ. അവിടെയുള്ള ഒരു ഒഴിച്ചുകാരനെ അറിയാൻ ഞാൻ പേര് പറയുന്നില്ല. ഹി ഗോട്ട് സംടൈംസ് ഹിസ് ഐസ് വിൽ ബി ഇങ്ങനെ അയക്കണം, അങ്ങനെ നോക്കിയിട്ടാണ്. സോ ഇതിൻ്റെയൊക്കെ ഒരു പ്രൊഫഷണൽ രീതിയുണ്ട്. അതിനെ നിങ്ങളൊരു വെറുതെ ഒരു സ്പാ എന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിയിലോട്ട് കൊണ്ടുവന്നത്. അത് ഇംഗ്ലീഷ് പറയുമ്പോൾ സ്പായായി, ഇവിടെ ചവിട്ടി തിരുമലായി. സോ നമുക്കത് എടുക്കേണ്ടത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവോട് എടുക്കാം. ഇവിടെ പല പബ്ബുകളുമുണ്ട്. പബ്ബുകളെല്ലാം നന്നായിട്ടൊരു പബ്ബ് പോലെ മ്യൂസിക്കും കാര്യം പോകുന്നുണ്ട്. ചിലതിൽ ഡ്രഗ് വെക്കുന്നുണ്ട്. സോ ഇതെല്ലാം പേരത് തന്നെയല്ലേ. അപ്പം അതുകൊണ്ട് ഈ സ്പാ എന്ന് പറയുന്നത് നമ്മൾ വി ആർ നോട്ട് ഷോയിങ് ബാഡ് സൈഡ് ഓർ ഗുഡ് സൈഡ്. ഇത് എവറി ചൈനീസ് സ്പാ, ഇറ്റ്സ് എ സിനിമ. ഡോണ്ട് കം ടു ദ തിയേറ്റർ ഫോർ ദ റൈഡ്. ഞാൻ സ്പാ എന്ന് പറയുന്ന സിനിമയിൽ സ്പായുടെ ഗുണഗണങ്ങളോ സ്പായുടെ ദോഷവശങ്ങളെ കുറിച്ചോ സംസാരിക്കുന്ന സിനിമയല്ല. ഇതൊരു അവയർനെസ് ക്ലാസ്സുമല്ല. സ്പാ അത് പൂർണ്ണമായിട്ടും എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനകത്ത് കുറേ കഥാപാത്രങ്ങളുടെ അക്രമങ്ങളാണ്. ഇത് ഇദ്ദേഹം എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളം എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം ഒരു കളരിപ്പയറ്റാണ്. കളരിപ്പയറ്റിലും ഉണ്ട് ഇതേ ചവിട്ടി തിരുമലുണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെ ചിലപ്പോൾ വിജയേട്ടൻ പറഞ്ഞ പെരിങ്ങോട് രവിയേട്ടൻ പറഞ്ഞ പെരിങ്ങോട് വിജയേട്ടൻ്റെ അടുത്തും പൂമുള്ളിയിലൊക്കെ നടക്കുന്നത് ചികിത്സാ ഒഴിച്ചിലുകളാണ്. ഞവരക്കിഴി അങ്ങനെയൊക്കെയുള്ളതാണ്. എന്നാൽ കഥകളി, ഞാൻ കഥകളി പഠിച്ചിട്ടുള്ള ആളാണ്. 6-7 വർഷക്കാലം തണുപ്പുള്ള കാലത്ത് കഥകളിക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെയും മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള അതും ചവിട്ടി തിരുമലാണ്. കൈകൊണ്ടും കാലുകൊണ്ടും ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചറും താന്നു നിൽക്കലും ആ കഥകളി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെയ്യുറ പടവുകളും ഒക്കെ ചേർന്നിട്ടുള്ള അത് കളരിപ്പയറ്റിനുണ്ട്. അതും ഈ സ്പായുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപയോഗിക്കുന്നത് കയ്യും കാലുമാണെന്ന് മാത്രം. ഒരാളോട് ഒറ്റ കാര്യമുള്ള ചോദിച്ചോട്ടെ. ഗീതു അലോപ്പതി ഡോക്ടറാണ്. അപ്പോൾ അലോപ്പതി ഈ സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ പോലും സ്പാ ഉണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതോ Actually, spa and massaging is different.
ഇപ്പോൾ ശ്രുതി പറഞ്ഞ പോലെ മസാജിങ് ട്രീറ്റ്മെൻറ്റ് അതൊരു ആയുർവേദ തെറാപ്പിയാണ്. ബട്ട് സംഹൗ ദ സ്പാ ഇറ്റ്സ് സംതിങ് ലൈക്ക് മസാജിങ്. ഇപ്പോൾ നമ്മളൊരു ഓർത്തോ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ സം മസിൽസ് പെയിനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വിൽ റെഫർ ടു ദിസ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്. So physiotherapy is the same, some kind of massaging and some exercise they will advise. അപ്പോൾ എന്താ പറയുക, ഈവൻ അലോപ്പതിയിലും somehow something is related to massaging. I'm not talking about spa അല്ല, but it's in spa സെന്ററിലും ഐ തിങ്ക് ഈ മസാജിങ് തന്നെയാണല്ലോ അവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റേ സെന്റേഴ്സ് ഐ ഡോണ്ട് നോ. ബട്ട് സ്പാ എന്ന് പറയും, ഇപ്പോൾ ഈവൻ ഞാനൊരു കോസ്മെറ്റോളജിസ്റ്റ് ആണ്. അപ്പം സ്കിൻ ലൈഫ് എന്നാണ് എൻ്റെ ക്ലിനിക്കിൻ്റെ പേര്. ഈ കോസ്മെറ്റോളജി സൈഡിലോട്ട് വരാണെങ്കിൽ ഈ മസാജിങ്ങിന് വളരെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് സൈഡുണ്ട്. കാരണം നമ്മളൊരു പേഷ്യൻറ്റിനെ മസാജ് ചെയ്യുമ്പോൾ ഫേഷ്യൽസ് മെഡിഫേഷ്യൽസ് ഒക്കെ ചെയ്യും. അതും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മസാജിങ്. അപ്പോൾ ഒരു ടിഷ്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പിന്നെ ഒരു ഈവൻ ചെറിയ രീതിയിൽ ഇപ്പോൾ ഹെയർ ഒക്കെ ആണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ മസാജിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ അലോപ്പതി സൈഡിലും മസാജിങ് ഈസ് ഗുഡ്. ഡോക്ടർ മസാജിങ്ങിന് പോയിട്ടുണ്ടോ? ഈവൻ ഐ തിങ്ക് എല്ലാ ഡോക്ടേഴ്സും ഈ സ്പാ സെന്റേഴ്സിൽ പോകും. ബിക്കോസ് മസാജിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെന്റ് സൈഡ് പറയുമ്പോൾ കുറച്ച് ഹാർഡ് മസാജിങ് ആയിരിക്കും. അവർക്ക് കുറച്ച് ട്രിഗർ പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ പാരലൈസ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻസിനൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് മസാജിങ് സെന്റേഴ്സിൽ പോയിട്ട് കുറേ നാളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അവർക്ക് സം കൈൻഡ് ഓഫ് ഒരു റിലീഫൊക്കെ വരാറുണ്ട്, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റും വരാറുണ്ട്. അപ്പോൾ സംതിങ് ഈസ് ദെയർ ഇൻ ദാറ്റ് മസാജിങ്. Tell me one thing, നിങ്ങൾ ആരെങ്കിലും മസാജ് എടുത്തിട്ടില്ല? Nobody has taken a massage. You haven't taken a massage? ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സിനിമ കണ്ടതിന് ശേഷം അവിടെ സിനിമ കണ്ടതിന് ശേഷം ബ്രദർ സ്പാ സെന്ററിൽ ചെല്ലും. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം ബ്രദറിന് സംഭവിക്കുന്ന ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഞാൻ ഉത്തരവാദിയല്ല. അതിൽ സിനിമയായിട്ട് തന്നെ കാണണം. ഇതൊരു സിനിമയാണ്. വീണ്ടും വീണ്ടും പറയാണ്, ഇത് എംബ്രിഷൈൻ സ്പായാണ്. ഈ സിനിമയിൽ കാണിക്കുന്നതൊന്നും ശരിയല്ല. ഇതിലെ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും വെറും ഇമാജിനേഷൻ മാത്രമാണ്. ഇങ്ങനെയാണ് സ്പാ എന്ന് വിചാരിച്ച് ചെന്ന് പ്രശ്നത്തിൽ പെടരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ. നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ പ്രോട്ടോൺ സ്പായിൽ ചെന്നാൽ ഓക്കെയാണ്. അങ്ങനെ കുറെ നല്ല അടിപൊളി സ്പാസ് ഉണ്ട്. പക്ഷെ എനിക്ക് പരിചയമുള്ളതാണ്. അങ്ങനെ ഒരുപാട് സ്പാകളുണ്ട്. പക്ഷെ ഈ സിനിമയിലെ പോലെയാണെന്ന് വിചാരിച്ച് ചെന്ന അവസാനം കുഴപ്പത്തിലാവരുത്. മൈക്ക് വെച്ച് ചോദിച്ചോ. മഞ്ജു പിയാറോ മഞ്ജു നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞ ദിവസം. അപ്പം ഞാനിങ്ങനെ പല ഇന്റർവ്യൂസിലും ശ്രുതി ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കേട്ടു. ഞാൻ ശരിക്കും കുറേയധികം സ്പാ സെന്ററുകളിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടുത്തെ സ്പാ ഇവിടുത്തെ സ്പാ എന്നൊക്കെ പറഞ്ഞ് കംബോഡിയ സ്പാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ഇതുപോലൊരു പ്രൊഫഷണൽ സ്പാ സെന്റേഴ്സിൽ പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ശ്രുതിയുടെ ആ ഒരു അനുഭവവും ഇപ്പോഴത്തെ ഒരു വിവാദവും നമ്മുടെ സ്പായും കൂടെ ചേർത്ത് 3 കാര്യങ്ങൾ കൂടെ ചേർത്ത് പറഞ്ഞാൽ എന്തായിരിക്കും ശ്രുതിക്ക് ഷെയർ ചെയ്യാനുണ്ടാവുക? ഞാൻ പറയാം, സ്പാ എന്ന് വെച്ചാൽ ഒരു മസാജ് എടുക്കുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. വെൻ യു ഗെറ്റ് ടയേർഡ്, ആത്ലീറ്റ്സ് എല്ലാം അവരുടെ ഒരു അത്ലറ്റിക് ലൈഫിൽ അവർ അറ്റ്ലീസ്റ്റ് once a week ഒരു മസാജ് എടുക്കണം. അങ്ങനെയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ഫുൾ ഡേ ഇങ്ങനെ ഇരിക്കുകയാണ്, പ്രസ് കോൺഫറൻസ്, your hips, your legs will be hurting at some point in time when you become 30, 35. അതൊക്കെ വേദനിക്കാൻ തുടങ്ങും. That's just how you will. ഒറ്റ കാര്യം, 1.5 ഇഞ്ച് 3/4 ഇഞ്ച് ശ്രദ്ധിക്കണം. അത് സാറ് ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് you will have to take a massage. ഒന്ന് പോയിട്ടൊരു മസാജ് എടുത്താൽ
you will feel the difference. You can stand straight. ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. I'm telling you, in our body, നമ്മുടെ physiology is such that our body shape മാറും. അത് കാരണം ചിലവർക്ക് സ്കോളിയോസിസ് വരും, ചിലവർക്ക് ബോൺസിന്റെ ഇഷ്യൂ വരും. അപ്പൊ അതൊക്കെ ഒന്ന് തിരുമ്പി മാറ്റാനുള്ള വെരി സൂപ്പർഫിഷ്യൽ ലെവൽ. അതായത് യു ഹാവ് ടു, ആൻഡ് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് മസാജിന്റെ ഒരു വൺ ഓഫ് ദ ബർത്ത് പ്ലേസസ് ഓഫ് മസാജ് ആൻഡ് ഒഴിച്ചിൽ ഇസ് കേരളം. കോട്ടയ്ക്കൽ എൻ്റെ മദർ ഇൻ ലോ ആൻഡ് ഫാദർ ഇൻ ലോ എവറി ഇയർ, അവർ ഗുജറാത്തീസ് ആണ്, സൗത്ത് ഇന്ത്യൻസും അല്ല, എവറി ഇയർ 1 month ഇവിടെ കാലിക്കറ്റിൽ വന്നിട്ട് ദേ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിലിന് വേണ്ടി മാത്രം, കംപ്ലീറ്റ് ബോഡി ഡീടോക്സിന് വേണ്ടിയിട്ട് ദേ കം ഹിയർ. ഐ എം നോട്ട് സെയിങ് ഒഴിച്ചിലും സ്പാലും നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഒഴിച്ചിൽ is a little more deeper, more scientific version of a simple massage. നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് കാലൊന്നും അമ്മയ്ക്ക് കൊടുത്തിട്ടില്ലേ? കാല് വേദനിക്കുമ്പോൾ ഞാൻ വലുതായിട്ടും ടിൽ മൈ ഗ്രാൻഡ് മദർ ഡൈഡ് ഐ വുഡ് പ്രസ് ഹർ ഫീറ്റ് ആൻഡ് പ്രസ് ഹർ ലെഗ്സ് ആൻഡ് ഗിവ്. സോ എവറിവെയർ ജസ്റ്റ് ഐ എം വെരി സർപ്രൈസിംഗ്, ആരും സ്പാ പോയിട്ട് മസാജ് എടുത്തിട്ടില്ല എന്ന്. യു ഹാവ് റൈറ്റ്, യു ഹാവ്. അതെ, ഞാൻ പറയട്ടെ, ഞാൻ കാര്യം നോട്ടീസ് ചെയ്ത എല്ലാവരും നോട്ടീസ് ചെയ്തോ, ഈ ആണുങ്ങൾക്ക് മാത്രം ഭയങ്കര നാണം. പെണ്ണുങ്ങൾ പോയിട്ട് സ്പാ എടുത്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആണുങ്ങൾ ഇൻവോൾവ് ആവുമ്പോഴാണ്. സുബി എന്താ പറയുമ്പോ സ്ത്രീകൾക്ക് മസാജ് ചെയ്യുമ്പോൾ അത്ര കുഴപ്പമില്ല. ഇത് അരയിച്ച് മുക്കാലിച്ചിട്ട് പ്രശ്നം ഈ സമൂഹത്തിലെ ഒരു പ്രശ്നം. നിങ്ങൾ അവിടെ പോയിട്ട് അനാവശ്യം കാണിച്ചാൽ ചിലപ്പോ റെയ്ഡ് വരും. അവിടെ പോയിട്ട് മസാജ് എടുത്ത റെയ്ഡ് വരും. അനാവശ്യം കാണിക്കാൻ എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ പോവേണ്ടത് വളരെ ഓതന്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോവേണ്ടത്. നിങ്ങൾ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തണം. താല്പര്യമില്ല. അതെ, അന്വേഷണം നടത്തണം. പിന്നെ ശുദ്ധി ഡെയിലി വർക്കൗട്ട് ചെയ്താൽ പോരെ? വർക്കൗട്ട് ചെയ്താൽ പോരെ? വർക്കൗട്ട് ചെയ്താലും യു വിൽ നീഡ് വർക്കൗട്ട് ചെയ്താലും ഞാൻ റെഗുലർലി വർക്കൗട്ട് ചെയ്യുന്നതാണ്. യു ഷുഡ് ഹാവ് എ മസാജ്. സ്പോർട്സിലുള്ള ആൾക്കാർ പോകും. അതൊന്നും ചോദിച്ചു. ഒന്നര ഇഞ്ച് എവിടെ വരുന്നത്? ആക്ച്വലി ഞാനൊരു കൊളാബിന്റെ ഭാഗമായിട്ട് പോയതാണ്. ഇതേപോലെ കുറെ കുത്തുവാക്കുകൾ അതിന്റെ പേരിൽ ഞാൻ കേട്ടിട്ടുമുണ്ട്. സീരിയസ്ലി. Did you feel relaxed after that? Yes. അല്ല, ഞാൻ പറയുന്നത് സൊസൈറ്റിയിൽ നമ്മളിപ്പോഴും സ്പാനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ സൊസൈറ്റിയിൽ യാതൊരു കുഴപ്പവും നടക്കുന്നില്ലെന്നൊന്നും പറയുന്നില്ല. സ്പാ സിനിമയിൽ തന്നെ കുഴപ്പങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ ഇതിനെ സ്പാ തന്നെ ഗ്ലോറിഫൈ അല്ല, പക്ഷെ നമ്മളൊന്നും ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടരുതല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരാളെ കൂടെ ഒന്ന് സംസാരിക്കണം, അതുകൊണ്ടാണ്. സുജി പഠിച്ചു പോയി. സുജി നാഗാലാൻഡിൽ നിന്നാണ്. സുജി സുജി सुची किस किस तरफ की मसाज आप करती हो? हो एक्चुअली मैं करती है वेस्टर्न मसाज. उसमें होता है अरोमा, स्वीडिश एंड डीप टिश्यू, बैलेंस एंड थाई, ये सब होता है. अगर मसाज के बारे में आप कुछ पूछना चाहते हैं तो पूछ मसाज के लीजिए. बारे में हाँ जी पूछिए. कुछ पूछ लीजिए. ഇംഗ്ലീഷിലും ഹിന്ദിയിൽ. നാഗാലാൻഡിലെ ഭാഷ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിക്കാം. നാഗാ ഭാഷയിലും സംസാരിക്കാം. ആരും ഒന്നും ചോദിക്കുന്നില്ല. हाँ जी. क्वेश्चन नहीं करे तो मैं एक्सप्लेन कर सकते हैं. कुछ क्वेश्चन है तो पूछ लीजिए. मैं आपको एक बात पूछूं, आप एक प्रोफेशनल थेरेपिस्ट हो, राइट? इफ राइट नाउ जस्ट फॉर लाइक 30 seconds are you comfortable showing? इसके बाद अच्छा ओके. सुची, और इस प्रोफेशन में आप आके कितने साल हो गए? 5 years हो गया. 5 years. और कैसे लगा आप इस प्रोफेशन में हैं? आपको कैसे लगा? और लोगों को ये रिलैक्सेशन मिलता है क्या? लोग क्या पूछते हैं नॉर्मली आकर? एक्चुअली थेरेपी स्टडी के लिए बहुत पेशेंस की ज़रूरत होता है. जैसे कि कोई क्लाइंट्स अच्छा भी आता है, कोई क्लाइंट्स कुछ रैंडम क्लाइंट्स भी आता है, तो इसके लिए बहुत हमें भी पेशेंस रखना चाहिए. तो क्या होता है
वेस्टर्न मसाज में आरोमा होता है जो प्रेशर बिल्कुल लेस होता है, एंड स्वीडिश में नॉर्मल प्रेशर होता है, और डीप टिश्यू में थोड़ा हार्ड होता है, एंड पैलेनिस में स्ट्रेचिंग प्लस हार्ड होता है, और थाई में ड्राई होता है जो स्ट्रेचिंग होता है, सब स्ट्रेचिंग होता है। तो आपके वहाँ पे जो मसाज करने के लिए आता है वो कोई बदतमीजी पूछते हैं क्या आपसे? जैसे कोई पूरा मसाज किया, पूरा ट्रीटमेंट आपने दे दिया, और उसके बाद कुछ ना कुछ लोग कुछ पूछते हैं कि आपसे क्या बदतमीजी करते हैं आपके साथ? बदतमीजी करते नहीं, कुछ बात करते करना है, कुछ पूछते हैं क्या वैसे? ये मसाज के अलावा कुछ है क्या, वैसे कुछ पूछते हैं क्या? हाँ पूछता है, लेकिन हम लोग प्रोफेशनल है तो हम लोग नहीं करता है, रिप्लाई नहीं होता। അയാൾ ചോദിക്കുന്നവരുടെയാണ് കുഴപ്പമെന്നാണ്. हर प्रोफेशनल स्पा में भी होता है ऐसा, जितना प्रोफेशनल हो तो भी कोई क्लाइंट आता है जो पूछता है, लेकिन जो हम लोग प्रोफेशनल है तो हम लोग नहीं देता है, तो बस बात वही പല खत्म। മനുഷ്യരും അവിടെ ചെല്ലും, അങ്ങനെ പല ആളുകളും അൺപ്രൊഫഷണൽ ആയിട്ട് അവരോട് സംസാരിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ പ്രൊഫഷണലിസം കാരണം അവർ ഹാൻഡിൽ ചെയ്യാറുണ്ട്. അവർക്ക് ട്രെയിനിങ് കിട്ടി കാണും. ഹൗ ഡു യു ഹാൻഡിൽ ദിസ് ഇൻ എ പ്രൊഫഷണൽ ഫാഷൻ? എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾ തെറാപ്പിസ്റ്റിനെ നേർക്ക് നേരെ കിട്ടിയിട്ടുണ്ട്, സ്പാ ഓണറിനെ കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പച്ചയ്ക്ക് ചോദിക്കാം. മേജർ സാർ ഒരു മാസത്തിൽ എത്ര വട്ടം ചെയ്യാറുണ്ട് സ്പാ? സാറ് സ്ഥിരം പോകുന്ന കിടത്തി ചികിത്സ? ഇല്ലല്ല, ഇത് കൺഫേംഡ് ക്വസ്റ്റ്യൻ ആണ്. മേജർ സാർ പോകുന്നത്? ഓ അത് ശരി. അത് എന്റെ പൊന്നു മോനെ, എന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഞാനങ്ങനെ മസാജ് സെന്റർ പോവുകയാണെങ്കിൽ ഇവർ ആദ്യം പിടിച്ച് കൗത്തി കിടത്തും. ഈ കൗത്തി കിടത്തി കഴിഞ്ഞാൽ പുറകിൽ ആരായിരിക്കുന്ന പോലും കാണാൻ പറ്റില്ല. പിന്നെ എന്ത് ചോദിക്കാനാണ്? അത് ഏറ്റവും ഒരു ഉത്തരം കിട്ടിയപ്പോ. സോ ദേ ഡു ഇറ്റ് പ്രൊഫഷണലി. ഞാൻ മസാജ് സെന്റർ പോയിട്ടുണ്ടോ? ആയുർവേദിക് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ റീസെന്റ് I had some problem and I had to go to some spa which was recommended by somebody who had an experience. ഈ അറേഞ്ചിന്റെ പ്രശ്നം അവിടെ ഉണ്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും എനിക്ക് തോന്നിയില്ല. Because it's your approach. If you are in a perverted mood and going to a spa, you will be asking that kind of questions to these kind of people. If you are not a perverted, you are going for your relaxation. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 ഇഞ്ച് അറേഞ്ചിന്റെ വ്യത്യാസം. അത് ഞാനില്ല. സുരേഷ് ഇനി നമുക്ക് അതിന് പ്രശ്നം വരുന്നില്ല. ബിക്കോസ് വെൻ യു നോട്ട് പെർവേർട്ട്. വിജയുടെ അടുത്ത് ഒരാളോ ചോദിച്ചു സ്പായിൽ പോകണ്ടോ? അപ്പൊ വിജയ് പറഞ്ഞാൽ എന്താ പറയുക? ഐ ആം മാരീഡ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ദി കണക്ഷൻ ബിറ്റ്വീൻ ദാറ്റ്. യാ ഹി സെഡ് ദാറ്റ്. സാർ മസാജിൽ പോകാറുണ്ടോ ഇല്ലയോ? മസാജിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് അനുഭവമാണ് സാറിന് ഉണ്ടായിട്ടുള്ളത്? ലോകത്തുള്ള ഏതൊക്കെ മസാജ് സെന്ററിൽ സാർ പോയിട്ടുണ്ട്? മസാജ് തെറാപ്പി നല്ലതാണോ ഇല്ലയോ? മസാജ് തെറാപ്പി ഒരു സമൂഹത്തിൽ എന്തെങ്കിലും വിപത്തുകൾ സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും ചോദ്യങ്ങൾക്ക് മറുപടി സാറിന് മലയാളത്തിൽ പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്പായിൽ പോയിട്ടില്ല. എനിക്ക് സുഖേഷ് പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എൻ്റെ റിലാക്സേഷന് വേണ്ടി ആരോ എന്നെ ഞെക്കണം തിരികണം. I know how to relax myself. I have total control over my mind and body. Every morning I work out for 1.5 hours. I won't work out. I play badminton കളിക്കും. And that is an overall exercise which really keeps me fit and okay. അപ്പം സ്പായിൽ പോകേണ്ട ഒരിക്കലും ആവശ്യമോ അല്ലെങ്കിൽ റിലാക്സേഷന് വേണ്ടിയോ ഈ സ്ട്രെസ് ബസ്റ്റിങ്ങിന് വേണ്ടിയോ I don't believe in that. You know, like I'm not saying it's wrong. If you are having so much pain in your body and so much stress, go do it. I mean, nobody's stopping you. Each one to his own. അല്ലേ? എനിക്ക് ആവശ്യം തോന്നിയിട്ടില്ല. അത് ഞാൻ മാരീഡ് ആണെന്ന് പറഞ്ഞത് ഒരു ജോക്കായിട്ടാണ് പറഞ്ഞത്. I don't think these are sex centers. എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ചിലരുടെ അനാവശ്യം, ചിലരുടെ ആവശ്യമായിരുന്നു. അത് അവിടെ ചെല്ലുന്ന ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഇവിടെ ചെന്ന് മസാജ് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെർമിനോളജി ഉണ്ടല്ലോ ഈ സ്പായിനെ പറ്റി. അപ്പൊ ഞാനത് വേദനും ഷൈൻ്റെ അടുത്തും പറഞ്ഞു. ആരെങ്കിലും ചോദിച്ച ഈ സ്റ്റോറി ഇങ്ങനെയാണ്
happy ending ഉണ്ടെന്ന് പറയരുത്. Because that is a catchword. Like അതാണ് ഈ സ്പാൻ്റെ ഒരു catchword. These are the negative things because നമ്മുടെ മനസ്സിൽ അനുസരിച്ച് അവിടെ പോകുമ്പോൾ നമ്മളെ what do we expect? അതാണ് ഇതിങ്ങനെ ആ 1/4 ഇഞ്ച് പോകുന്നത്. Like അല്ലെങ്കിൽ if I have to go for a സാറിന്റെ കയ്യിലൊന്ന് വേദന, ഒരു നാടി ഞരമ്പുകളെ സാറിനൊന്ന് സിമുലേറ്റ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ കയ്യില് ഒരു മസാജ്. First effort I'll tell my wife to do it. അവളുടെ ശരിയാവും. ശ്രുതി പെട്ടെന്ന് ഫെമിനിസ്റ്റ് Does not she like pinches your nerve or something like that? Because it's a professional study. Yeah, no, I just want to express my pleasure explaining. Don't catch the nerve and pinch it and pinch my nose. No. That's all. Only your hand hurts. Only your hand will hurt. Normally, my calf muscles hurt. So that's because I play badminton quite heavily. So you make your wife to massage? I don't do body hair in any way. I wear a calf support. You know? I'm asking. He said I'll make my wife massage. That's why I'm asking. If she has, I'm telling you, if she has a leg pain and say the car correct, you do that too. I do it. I do it. That is how it should. Yeah, that is how. That was I was getting to. Yeah, sure. And he cunning question, why it came to Major Ravi only? First, let me ask him. അതിന്റെ ഒരു ഉത്തരം കൂടെ ഞാൻ പറയാം സീരിയസ് ആയിട്ട്. I had gone recently why because അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ എന്താണ് സൂചി എടുത്തിട്ട് കുത്തുന്ന അക്യുപ്രഷർ അല്ല അക്യുപങ്ക്ചർ. I got relief because my muscle was totally cramped because of my old damages. അത് റിലീസ് ആയത് അപ്പോഴാണ് ഞാൻ ഇതെല്ലാം ഒരു സ്പായുടെ പാർട്ടാണ്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൗ യു ആർ ഗോയിങ് ആൻഡ് ഹൗ യു ആർ അപ്രോച്ചിങ് ദ സ്പാ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. ഗെറ്റ് യുവർ ട്രീറ്റ്മെന്റ് ഡൺ, കം ബാക്ക്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, അലൻ ഡോക്ടർ ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാവരിലേക്ക് വേണ്ടി ചോദിക്കുക. ഡോക്ടർ അലൻ, ഇത് നമ്മൾ സാധാരണ ഒരു മനുഷ്യന് ഇതിന്റെ നാഡികൾ എവിടെയാണ്, ഇത് എവിടെ തിരുമണം, എവിടെ തൊട്ടാലാണ് ഇതിന് ഒരു റിലാക്സേഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞ ഒരു സയൻസ് ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള സയൻസ് സാധാരണക്കാരന് അറിയാൻ പറ്റുമോ, അതോ ഇത് കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ? നമ്മൾ എവിടെയെങ്കിലും ഞെക്കിയാൽ ആ റിലാക്സേഷൻ കിട്ടുമോ? അപ്പോൾ ഒരു ഞെക്കലിന്റെ ഒരു ശാസ്ത്രം അതെന്താണ്? ബേസിക്കലി ഒരു രണ്ട് കാര്യം ഞാനൊന്ന് അതായത് ഞാൻ ബേസിക്കലി ഫിസിയോതെറാപ്പിസ്റ്റ് പെയിൻ എക്സ്പേർട്ടാണ്. അപ്പോൾ ഈ സ്പായും ഫിസിയോതെറാപ്പിയും ഇതൊന്നും രണ്ടാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ക്ലിനിക്കലി സൈഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ ഈ സാധാരണ മനുഷ്യർക്ക് ഈ എവിടെയാണ് നരമ്പ്, എവിടെയാണ് ബോൺ എൻഡിങ്, എവിടെയാണ് ജോയിന്റിന്റെ മൂവ്മെന്റ് അവസാനിക്കുന്നത്, ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഇത് ഈ ടെക്നിക്കൽ സൈഡ് ഇപ്പൊ നമ്മുടെ ഓർത്തോപീഡിയൻ ഡോക്ടർ അവിടെ ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ ഈ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റേത് സ്പായിൽ നോർമൽ ഇപ്പൊ ഒരാളുടെ കൈ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ചില സ്റ്റിമുലേഷൻ നടക്കും. ഇപ്പൊ അവിടെ പുള്ളിക്ക് അവിടെ നെർവ്സ് ഉണ്ടോ നരമ്പുണ്ടോ എന്താണെന്ന് അറിയില്ല. ബട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ ബോഡിയിൽ നടക്കുന്നു. അതൊരു ടച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബട്ട് സ്പായിൽ വരുമ്പോൾ സ്പാ തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സൈഡ് അവർക്ക് അറിയില്ല. അതായത് ഏത് ബ്ലഡ് വെസൽസാണ് പോണത് അല്ലെങ്കിൽ ഏത് നരമ്പാണ് പോകുന്നത് ഇതവർക്കറിയില്ല. പക്ഷേ അവർക്ക് അവരുടെ സ്കിന്നിന്റെ മുകളിൽ കൂടി എവിടെ ഏത് തരം പ്രഷർ കൊടുക്കണമെന്ന് പ്രൊഫഷണലി പഠിച്ചവരാണ്. അതിനപ്പുറം അവരൊന്നും ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ബാക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ നടുവിന്റെ അവിടെ ഒരു പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ് സ്പാ എടുക്കില്ല. സ്പാന്റെ ഓൺറോ തെറാപ്പിസ്റ്റിനോട് ചോദിക്കാം, അവരെടുക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ സൈഡിലോട്ടായിരിക്കും വിടുക. അപ്പൊ ഇവർക്ക് അറിയേണ്ടത് നോർമൽ, അതായത് ഒരു നോർമൽ പേഴ്സൺ പ്രത്യേകിച്ച് ക്ലിനിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ, ഫിസിക്കലി നമ്മുടെ ബോഡി ഒന്ന് റിലീസ് ആകാൻ, റിലാക്സ് ആകാൻ എവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്ന് അറിയാം. അതിൻ്റെയും മുകളിൽ ടെക്നിക്കൽ സൈഡിൽ അവർക്ക് അറിയാണ്ടില്ല. അവരത് ചെയ്യത്തുമില്ല. ഈ സ്പൈന് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കഴുത്ത് പിടിച്ച് ഉടയ്ക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ആ സൈഡിലോട്ട് അവർ പോയില്ല. പക്ഷെ അവർക്ക് എവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാം. നോർമൽ പീപ്പിൾസിന് അത് അറിയില്ല. ജസ്റ്റ് അവർ
നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരോ നമ്മുടെ കയ്യിൽ ജസ്റ്റ് തടവുമ്പോൾ നോർമലി തടവുന്നേ ഉള്ളൂ. ഇവർക്കത് ടെക്നിക്കൽ സൈഡ് എവിടെ എത്ര പ്രഷർ എങ്ങനെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. സ്പാ ടെക്നീഷ്യൻ. ഞാൻ ഒട്ടുമിക്ക മസാജ് സെന്ററിൽ പോയിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിലല്ല, പുറത്ത് ഇന്ത്യയിൽ എന്താ പോകാൻ പ്രശ്നം? പുറത്ത് ഇന്ത്യയിൽ പോകാത്ത എന്താ? അല്ല, ഞാൻ ചോദിച്ചിലേക്ക് വരട്ടെ. അപ്പം അവിടെ ചെന്ന് അവരെ എൻക്വയറി ചെയ്യുമ്പോഴത്തേക്കിനും അവര് ആദ്യം പറയുന്നത് അറിയാം, ഇന്ത്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇന്ത്യൻസ് മെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഓപ്പോസിറ്റ് സെക്സ് ഓപ്പോസിറ്റ് ജെൻഡർ അവർക്ക് മസാജ് ചെയ്യണം. അപ്പൊ അതെന്താണ് ഇന്ത്യൻസിന് മാത്രം ഇങ്ങനെ ഒരു ടെൻഡൻസി? അങ്ങനെയല്ല, അത് നമുക്ക് ഈ സ്പായിനെ പറ്റി ഇതിന്റെ അവയർനെസ് ഇവിടെ അധികം ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് സ്പാ ഇവിടെ വളർന്നു വരുന്നത് അതിന്റെ ബിസിനസ് സൈഡ് കണ്ടുകൊണ്ടാണ് വളർന്നു വരുന്നത്. അത് ശരിക്കാണോ വളർന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സമൂഹത്തിലുള്ള സ്പാ നമ്മൾ ശരിക്കാണോ വളർന്നു വന്നിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. പക്ഷെ ഇതിനൊരു ബിസിനസ് സൈഡ് ഉണ്ട്, അത് എങ്ങോട്ടോ കയറി പോകുന്നത് വിളിച്ചിട്ടാണ് എല്ലാവരും സ്പാ പിടിക്കുന്നത്. അപ്പൊ അത് പ്രൊഫഷണൽ സൈഡ് അൺപ്രൊഫഷണൽ സൈഡ് നമുക്ക് നോക്കണം. സ്പാ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ജെൻഡർ ആണോ വേണ്ടത്, സെയിം ജെൻഡർ ആണോ വേണമെന്നല്ലോ, അതിലുപരി ഇതിന്റെ ടെക്നിക്സ് ആണ്. നിങ്ങളുടെ ബാക്ക് മസിൽസ് എങ്ങനെ റിലീസ് ചെയ്യണമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന തെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് റിലാക്സേഷൻ കിട്ടും. ഓപ്പോസിറ്റ്സ് നോക്കുന്നത് നമുക്കിവിടെ പരിചയമുള്ള സ്പാ ഓപ്പോസിറ്റ് സെക്സ്, അപ്പൊ ഒരു ഓപ്പോസിറ്റ് സെക്സ് വരുമ്പോൾ തന്നെ കാണുന്ന ഒരു റിലാക്സേഷൻ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് അൺപ്രൊഫഷണൽ സ്പാ. എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടോ? Yes, sir. How was your experience while working in the film crew? How was your experience while working with the film crew? जो हमारे साथ जो हम शूट कर रहे थे, आप हमारे साथ काम किया, तो आपको कैसे लगा? वो शूटिंग एक्सपीरियंस कैसे था? Actually, मैं बस 5-6 days काम किया तो it was good. Yeah, it was very nice. Okay, thank you. സാറിന്റെ പ്രീവിയസ് ചിത്രങ്ങൾ കാണുക, ഒരെണ്ണം പോലീസ് സ്റ്റേഷൻ, ഒരെണ്ണം കോളേജ് ബേസ്ഡ്, പിന്നെ കുങ്ഫു, ഇതിപ്പോ സ്പാ. എന്തുകൊണ്ട് ഇങ്ങനത്തെ ജോണർ വെറൈറ്റി ഒരു പിടിച്ചോണ്ടിരിക്കുന്നത്? അങ്ങനെ വേണ്ടേ? അതെ, ഞാനൊരു അല്ല, നമ്മള് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്യാനുള്ള സാധ്യതകൾ, അതിൻ്റെ കഥാപാത്രങ്ങൾ ഏതൊക്കെ കഥാപാത്രങ്ങൾ വരാൻ അതിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത, ഈ കഥയുടെ ഗ്രോത്ത് എങ്ങനെ പോകാൻ സാധ്യതയുണ്ട്, ആ കഥാ പശ്ചാത്തലം ഇൻട്രസ്റ്റിംഗ് ആണോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻസ് വരാൻ സാധ്യതയുണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീക്വൻസസ് വരാൻ സാധ്യത, നമ്മൾ പല കാര്യങ്ങളും. പിന്നെ ഈ ആളുകൾ എന്തിനു കാണണം, ആളുകൾ കാണുമ്പോൾ ആളുകൾക്ക് രസിക്കാൻ സാധ്യതയുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആലോചിച്ചായിരിക്കും നമ്മൾ സിനിമ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടോ, ഇങ്ങനെ കഥ വന്നിട്ടുണ്ടോ. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് എനിക്ക് മിസ്സായെന്നോ തോന്നും, ഈ കഥ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ കഥ എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചില്ല എന്നൊക്കെ തോന്നും. അങ്ങനെയും വരാറുണ്ട്. അങ്ങനെ എനിക്ക് മിസ്സായിട്ടുള്ള തോന്നിയിട്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള കഥകളുണ്ട്. അങ്ങനെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ രാത്രി ഷാഡായിട്ട് പോയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ സ്പാ സെന്ററുകൾ കൊച്ചി വിസിറ്റ് ചെയ്തിരുന്ന? പിന്നെ ഞാൻ എത്രയോ സ്പാ സെന്ററുകളിൽ പോയി അവരോട് സംസാരിച്ചു, തെറാപ്പിസ്റ്റോട് സംസാരിച്ചു, സ്പാ ഓണേഴ്സുമായിട്ട് സംസാരിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങൾ അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു, ജഡ്ജസിനോട് സംസാരിച്ചു, സ്പായിൽ പോയിട്ടുള്ള ആളുകൾ, സ്പായിൽ പോകാറുള്ള ആളുകളോട് സംസാരിച്ചു. അങ്ങനെ ഈ അവിടെ സ്പാ സെന്റേഴ്സിലെ ആൾക്കാരോട്, തെറാപ്പിസ്റ്റുകളോട്, പോകുന്നവരോട് ഒക്കെ സംസാരിച്ചു. സിനിമയിൽ എല്ലാവരും നമ്മൾ സംസാരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളല്ല, കുറച്ചൊക്കെ നമുക്ക് കിട്ടും, ഇതുപോലെ ഇൻഫർമേഷൻസ്, ഡാറ്റാസ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ആഡ് ഓൺസും കൂടെ, കുറച്ചൊരു ഇമാജിനേഷനും കുറച്ചൊരു ഫിക്ഷനും ഒക്കെ കൂടെ ആഡ് ചെയ്യും. ഒരു കള്ളക്കഥയും കൂടെ ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ സ്പാ എന്ന് പറഞ്ഞ സിനിമ, എബ്രിഷ്യൻ സ്പാ സിനിമ ഒരു കള്ളക്കഥയാണ്. അതൊരു റിയലിസത്തിനേക്കാൾ അപ്പുറം ഒരു കള്ളക്കഥയാണ്. സാറിന്റെ ഒരു ഫാൻസ് എപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ആക്ഷൻ ഹീറോ ബിജു, അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, എന്തെങ്കിലും അപ്ഡേറ്റ്?
ആക്ഷൻ ബിജൂസ് 2 ഞാൻ ഷൂട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ, വളരെ ഇന്റേണൽ ആയിട്ടുള്ള, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാരണങ്ങളാൽ സിനിമയുടെ ഷൂട്ട് നിലച്ചു. പിന്നീട് അത് തുടരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വിധി വരുന്ന പോലെ വരട്ടെ. പക്ഷെ അതിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായതാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അത് ദൈവം അനുഗ്രഹിച്ചാൽ അത് ചിലപ്പോൾ ചെയ്താലോ പോയല്ല. സർ, ഈ ചിത്രത്തിൽ അഭിനയിച്ച മറ്റ് കുറെ ആർട്ടിസ്റ്റുകളുടെ വിനീത് തട്ടിൽ, അങ്ങനെ അവരുടെ കൂടെ ഒന്ന് പറയാമോ? ആരൊക്കെ? ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിന്റെ. വിനീത് തട്ടിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ഉണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ, ദിനേശ്, സിദ്ധാർത്ഥ് കിച്ചു ഉണ്ട്, സിദ്ധാർത്ഥ്, നീന കുറുപ്പുണ്ട്, അശ്വിനുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നിറയെ ആക്ടേഴ്സ് ഉണ്ട്. ഇത് ഒരു 3 നിര 4 നിര ഇരിക്കാനും തീരത്തൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അതിൻ്റെ കൂടെ ടെക്നിക്കൽ ക്രൂ. അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് സ്വരൂപാണ്. അതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത് ഷിജി പട്ടണമാണ്. കോസ്റ്റ്യൂം സുജിത് പട്ടണോ. അതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് MR രാജാകൃഷ്ണനാണ്. അതിൻ്റെ ശങ്കർ ആണ് അത് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ള ഇഷാൻ ചാബ്രയാണ്. വലിയൊരു സ്ട്രോങ് ഒരു ടെക്നിക്കൽ ക്രൂ ഉള്ള ഒരു സിനിമ കൂടിയാണ് സ്പാ. ആനന്ദനി ബാല, അവിടുത്തെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, one of the most important pillars of സ്പാ. ഫിലിം പ്രൊമോഷനെ ചുറ്റിപ്പറ്റി കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഫിലിം പ്രൊമോഷന് മെയിൻ താരങ്ങൾ, പ്രമുഖ താരങ്ങൾ വരാത്തതിനെ ചുറ്റിപ്പറ്റി കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സിനിമയല്ല സാർ. കഴിഞ്ഞ ദിവസം ഒരു ഇത് സ്പായുടെ പ്രസ് മീറ്റ് ആണ്. കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. ഇത്രയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ഇത്രയും പേര് ഈ സിനിമയിൽ പ്രവർത്തിച്ചവരും നിങ്ങളവിടെ ഇങ്ങോട്ട് ഇരിക്കുന്നവരാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള കാര്യം. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് മാത്രമുള്ളതാണ്. ഇതൊന്നും അല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലേ? വേറെ ഇച്ചിരിയും കൂടെ എന്തോ അറിയാനുണ്ട്. അതെ അതെ. ഹലോ ഞാൻ അറിയണം. സിനിമ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മളോട് ചോദ്യം ചോദിക്കാന്നുള്ളത് അവരുടെ ഇപ്പൊ നമ്മള് ഞാൻ മാധ്യമപ്രവർത്തകരായിരുന്നു. എത്രയോ വർഷത്തോളം മാധ്യമപ്രവർത്തകരായിരുന്നു. നമ്മൾ രാവിലെ ബ്യൂറോയിൽ മീറ്റിംഗ് ഇരിക്കുന്നു. രാവിലെ നമ്മൾ ബ്യൂറോയിൽ ഇരിക്കുകയാണല്ലോ. ഇതിന് ശേഷം വരുന്നു. പിന്നെ പല മാധ്യമങ്ങളിൽ ഞാൻ മനോരമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മംഗളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പത്രത്തിൽ പീരിയോഡിക്കൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മാധ്യമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളോട് ആ മീറ്റിങ്ങിൽ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പറയുക. അത് സെല്ല് ചെയ്യപ്പെടും. അപ്പോൾ അതവരുടെ ജോലിയുടെ ഭാഗമാണ്. അതിനോട് ചേർത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇത്രയും നേരം അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ടല്ലോ. ഞാൻ ഈ സിനിമയെ കുറിച്ച് ചോദിച്ചതൊന്നും അല്ലാതെ ചില കാര്യങ്ങൾ അറിയണമെന്ന് ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങളെനിക്ക് പേടി. നിങ്ങളെ പണിമുടക്കിന്റെ കാര്യം പറഞ്ഞാണ് എന്റെ പേടി. നിങ്ങളെങ്ങാനും പണിമുടക്കിന്റെ ഒന്ന് പുറത്തിറങ്ങിയ ആശാനെ ഇടി ഉറപ്പ്. ഞാൻ സത്യത്തിൽ പുള്ളി മുണ്ടക്കയറ്റ ഒരു സാധാരണ ജേർണലിസം കഴിഞ്ഞ ആളെ. ജേർണലിസം കഴിഞ്ഞ മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് നല്ല നാട്ടുവഴക്കമുള്ള ഒരു മനുഷ്യനാണ്. നാട്ടുഭാഷ വഴക്കമുള്ള ഒരു മനുഷ്യനാണ്. നല്ല പച്ചത്തറി പറയുന്ന അദ്ദേഹം ഒരാളാണ് അദ്ദേഹം. അത് രാവിലെ നേരെ വിടുമ്പോൾ തന്നെ എനിക്ക് ഏതെങ്കിലും പത്രവാർത്ത അയച്ചു തരും. പിന്നെ ആ പത്രവാർത്തയെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്ത് അവസാനം പിന്നെ തെറിയായി ദൂരമായി. അപ്പൊ അദ്ദേഹത്തിനുള്ളൊരു പച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഇതിന്റെ പ്രൊമോഷന് വേണ്ടി സഞ്ജു നിർമ്മാതാവ് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇതിന് വരുന്നില്ല എന്നായിരുന്നു എന്റെ തീരുമാനം. സാർ മറ്റൊന്നുമല്ല, കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു. അപ്പൊ ഇനി വേണ്ട എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇപ്പൊ എന്റെ വൈഫ് രാവിലെ പറഞ്ഞു, പക്ഷേ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം പോകാത്തതിന്റെ പേരിൽ നിർമ്മാതാവ് 15 ലക്ഷം രൂപ പെനാൽറ്റി ഇട്ടാൽ നമ്മൾ എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും? ആപ്പാടെ നമുക്കൊരു മാരുതിയായിട്ടോ കാറുള്ള എന്നിട്ട് അത് കിട്ടത്തുമില്ല.
അങ്ങനെ പണമില്ലാത്തതിന്റെ പേരിൽ ഇവിടെ പ്രൊമോഷൻ വന്ന ഒരാളാണ് ഞാൻ. അല്ല, അത് നമ്മളെ നിസ്സാരവൽക്കരിച്ച് കണ്ട ഇപ്പോഴും വീണ്ടും കുഴപ്പമായി. ഇതിൽ നിസ്സാരവൽക്കരിച്ച് എന്റെ പൊന്നെണ്ണ നിസ്സാരവൽക്കരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. അത് ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഒരാൾ സീരിയസ് അത് സീരിയസ് ആയിട്ട് പറയണ്ട. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അതിനെ കുറിച്ചൊരു ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ അതിനെ കുറിച്ചൊരു പരാതി പറയുന്നു. ആ പരാതി മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നതാണ്. അപ്പോൾ അവർക്ക് പരാതി പറയാനൊരു കാരണം ഉണ്ടാവാം. ബി ഉണ്ണികൃഷ്ണൻ സാർ അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവാം. ആ 2 വേർഷനും വന്നു കഴിഞ്ഞു. ബി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു, ആ പരാതി വന്നു, അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അനൂപ് കണ്ണൻ പറയുന്നു. ഇത് രണ്ടുപേരും സീരിയസ് ആയിട്ടൊരു മാറ്ററിൽ അല്ലെങ്കിൽ അവർ പറയില്ല, അവർക്ക് ഹർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇനി അടുത്ത വേർഷൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ നടൻ അദ്ദേഹം അതിനെക്കുറിച്ചൊരു മറുപടി പറയും. അതിനെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. ആ മറുപടിക്ക് നമ്മൾ ഉത്തരവാദികളല്ല എന്ന് മാത്രം. ആ മറുപടി പറയേണ്ട അദ്ദേഹം. അവർ തമ്മിൽ നാളെ ഒരുമിച്ച് സിനിമ ചെയ്യും. നാളെ അനൂപ് കണ്ണനും ബിജു മേനോനും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കും. അവർ ബി ഉണ്ണികൃഷ്ണൻ സാർ ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്, ഇൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അവർ ഒരുമിച്ച് പ്രോബ്ലംസ് ഉണ്ടാകുകയും അത് ചർച്ച ചെയ്യും, അതിന് സൊല്യൂഷൻ ഉണ്ടാവുകയും ആ സൊല്യൂഷൻ കഴിഞ്ഞ് വീണ്ടും ഒരുമിക്കുകയും ഒരുമിച്ച് സിനിമ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു എന്താ പറയുക, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല എന്ന് പറയുന്നത് പോലെ ഒരു വാക്കുണ്ട്, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല. അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ ഒരു ദിവസം വഴക്കിടുന്ന ആളുകൾ, തർക്കിക്കുന്ന ആളുകൾ നാളെ അവർ ഒരുമിച്ച് ജോലി ചെയ്യും. അവർ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന, ഒരു ഫോൺ ചെയ്താൽ തീരുന്ന, ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തീരുന്ന, ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അവരുടെ. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാനുള്ള, അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അവർ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അസോസിയേഷൻ പറയും, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസേഴ്സിന് പറഞ്ഞെങ്കിൽ അവിടെ പരാതി വരും, അല്ലെങ്കിൽ ഞാൻ ബി ഉണ്ണികൃഷ്ണൻ സാറിനോട് പറയും, ഫിഫ്റ്റിയോട് പറയും. അതെങ്ങനെ വരും? അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഇല്ലാത്തതൊന്നും ഇല്ലല്ലോ ഈ ലോകത്ത്. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. ഈ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയേണ്ട കാര്യമില്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനെ അവർ സീരിയസ് ആയിട്ട് എടുക്കും. അതിന് നമ്മൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നിങ്ങൾ ബൈ ദ വേ യൂട്യൂബിൽ ഞങ്ങളുടെ പാട്ട് കണ്ടോ? സ്പായിന്റെ റാപ്പ് സോങ് LED ബോർഡിനകത്ത് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല, അത് യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ കണ്ടുവല്ലോ. സുനി ഒരു പാട്ടിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസും സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല ആറ്റിറ്റ്യൂഡ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കാണുന്നത് അത് കാരണല്ല, ഇറ്റ്സ് എ റിയലി നൈസ് സോങ്. ശ്രുതി മേനൻ ഷാറുഖ് ഖാന്റെ കൂടെ ഒരു അല്ല അഡ്വർടൈസ്മെന്റ് അല്ലായിരുന്നു എന്താ കണക്ഷൻ എന്താണത് ഒരു വഴിക്ക് പോകുന്നല്ലേ പറയാണ്. പ്ലീസ് വാച്ച് ദ സോങ്. സാരിഗമ മലയാളം യൂട്യൂബ് ചാനൽ ഇന്നലെ 5 o'clock ഞങ്ങൾ റിലീസ് ചെയ്തു. ഇറ്റ്സ് എ റാപ്പ് സോങ്, എല്ലാവരും കാണണം. ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്. മഞ്ജു അവിടെ നിന്ന് കാണിക്കുന്നു എന്താന്ന് വെച്ചാൽ സ്പാ ചെയ്യാനുള്ള ബ്രെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും തെറാപ്പി ട്രൈ ചെയ്യണമെങ്കിൽ, മസാജ് തെറാപ്പി, കാലിന്റെ റിലാക്സേഷൻ, കൈ റിലാക്സേഷൻ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് സാധനം ചെയ്യാൻ വേണ്ടി നമ്മൾ തെറാപ്പിസ്റ്റുകളുണ്ട്. മെയിൽ ടു മെയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെയുള്ള എന്താണ് ക്രോസ് മസാജ് നമ്മൾ വിവാഹത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് ഒരു കൈയോ കാലോ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കും. ഞാനത് വേണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റെയ്ഡ് മേടിച്ചിട്ട് സ്പായിൽ പോകാതിരുന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, റെയ്ഡ് മേടിച്ച് തെറാപ്പിക്ക് പോകാതിരുന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ റെയ്ഡ് ഉണ്ടാവില്ല. ഞാനിത് രാവിലെ തന്നെ എൻ്റെ ഒരു വളരെ എന്താ പറയുന്നത് ഗുരുതുല്യനായ കേൾക്കും സുഖി, ഞാൻ എൻ്റെ ഗുരുതുല്യനായ ഒരു അഡ്വക്കേറ്റ് രാവിലെ ചോദിച്ചു. എൻ്റെ ഗുരുതുല്യനായ ഒരു അഡ്വക്കേറ്റാണ് ശ്രീ മോഹന സാർ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാർ ഞാൻ ഈ സ്പാ ബെഡ് ഇട്ടിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ എന്തെങ്കിലും കേസെടുത്ത് എന്നെ ജയിലടയ്ക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ മസാജ് ചെയ്താൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്താലും തെറ്റില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതൊരു മോശമായ കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് മസാജോ ഒരു ഫുഡ് മസാജോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പോകാൻ ഭയമുള്ളവർക്ക് ആരെങ്കിലും ട്രൈ ചെയ്യുന്നോ? ട്രൈ ചെയ്യണോ? കം ഓൺ. ഓക്കേ.
Let's go. Come on. Even we have a female volunteer also. Sukesh. All right, let's go. ഞങ്ങൾ മൂവ് ചെയ്ത് തരാം. ഈ ചെയർസ് ഒന്ന് മാറ്റിക്കോളൂ പ്ലീസ്. Let them capture this. सची आप ये एक बार ये खुलकर एक बार बना दीजिए. ये खुलना और एक बार ये क्या है? എല്ലാം ലൈവായിട്ട് വെക്കാം. ഇതിന്റെ ഒരു ആർട്ടുണ്ട്, ഒരു കലയുണ്ട്. ഓക്കെ, ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നിൽ നമ്മൾ ബെഡ് സെറ്റപ്പ് എന്ന് പറയുന്ന പ്രൊഫഷണൽ സ്പാലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കസ്റ്റമർ വരുമ്പോൾ അവര് വളരെ നന്നായി അലങ്കരിച്ച ഒരു റൂമിലാണ് ഉണ്ടാവുക നമ്മൾ കൊണ്ടുവരുന്നത്. പലപ്പോഴും നമ്മൾ സ്പാലിൽ എത്തിക്കഴിഞ്ഞാൽ കസ്റ്റമറോട് ഫസ്റ്റ് ഒരു ഹെൽത്ത് ഫോം ഫില്ല് ചെയ്യാൻ പറയും. ഹെൽത്ത് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് അവർ ഡിക്ലെയർ ചെയ്യണം. ആൻഡ് ആക്ച്വലി നേരത്തെ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞ കറക്റ്റാണ്. വിജയമേനോൻ സാർ അപ്പൊ ഹെൽത്ത് ഫോം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കസ്റ്റമറോട് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. സ്പാ എന്നുള്ളൊരു വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഹെൽത്ത് കണ്ടീഷൻസിന് ആക്ച്വലി ഫിസിയോതെറാപ്പിസ്റ്റ് പറയുന്ന പോലെ ഡോക്ടർ പറയുന്ന പോലെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം എന്നുള്ളത് മാൻഡേറ്ററി ആണ് പ്രൊഫഷണൽ സ്പാലിൽ. ആൻഡ് then they will be taking you to the room. സോ നമ്മൾ ബെഡ് സെറ്റപ്പ് കണ്ടാൽ അറിയാം ഒരു സ്പാ എങ്ങനെയുള്ള സ്പാ ആണ്. അതായത് പ്രൊഫഷണൽ സ്പാലിൽ ബെഡ് സെറ്റും റൂമും ഒക്കെ വളരെ നന്നായി ചെയ്യും. അതുപോലെ തന്നെ അരോമ ഓയിൽ വെച്ച് നമ്മൾ കാൻഡിലൊക്കെ ബേൺ ചെയ്യും. നിങ്ങൾ വളരെ സൂത്തിങ് ആയിട്ടുള്ള കാംലി ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യും. വളരെ സൂത്തിങ് ആയിട്ടുള്ള എൻവയോൺമെന്റിലായിരിക്കും മസാജ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ് ഗുഡ് റിലാക്സ്. അപ്പോൾ അതിൽ ബെഡ് സെറ്റപ്പ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നേരത്തെ അതേപോലെ ചോദിച്ച ചോദ്യമുണ്ട്. സ്പാ മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസായ എൻഡോർഫിൻ, സെറാറ്റോണിൻ, ഓക്സിറ്റോസിൻ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു വെൽബീയിങ് ഫീൽ ഉണ്ടാവുന്നത് സ്പാ ചെയ്യുമ്പോൾ. അത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. ആൾക്കാർക്ക് ഒരു ഉന്മേഷവും സന്തോഷമൊക്കെ സ്പാ കഴിഞ്ഞ് വരുമ്പോൾ മസിൽസിനുള്ള ഇതിന് ഉപരി നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാകും. ഇതേപോലുള്ള ബെഡ് സെറ്റപ്പ് ഇത്ര എലാബറേറ്റ് ആയി നമുക്ക് പൊതുവെ തിരക്കുള്ള സ്പാല് ചെയ്യാൻ പറ്റില്ല. കാര്യം കസ്റ്റമർ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഐഡിയലി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ്. ഇത്ര ഭംഗിയില്ലെങ്കിലും ഇതിനൊക്കെ അടുത്തുള്ള സെറ്റപ്പ് വേണമെന്നാണ് കണക്ക്. ആർക്കാണ് മസാജ് വേണ്ടത്? മസാജ് വേണം. So we have a female model and there is one more guy. So who is the lucky number one? കുട്ടി വരികയാണെങ്കിൽ സ്വിച്ച് ചെയ്യും. സുജി. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആണ്, ക്രോസ് ഇല്ല. ഓരാണോ ബ്രോ അല്ലേ? ബ്രോക്ക് നിങ്ങൾ കൊടുത്തോ? എന്താ മസാജ് ഹെഡ് മസാജ് ആണോ? We can remove this. ഇതിനിപ്പോ മാറ്റാം. ആരെങ്കിലും മാറ്റാം. I just show him. Shut it's okay. നമ്മുടെ പ്രൊഫഷണൽ സ്പായില് വന്നു കഴിഞ്ഞാല് കസ്റ്റമറോട് പറയാ നിങ്ങളുടെ ഇട്ടിരിക്കുന്ന ഡ്രസ് റിമൂവ് ചെയ്ത് ഈ ഡിസ്പോസിബിൾ പാൻറ് ധരിക്കണം പറയും. ഓക്കെ, എന്നിട്ട് നമ്മള് ഞാനിപ്പോ ജസ്റ്റ് 2-3 സ്റ്റെപ്സ് കാണിക്കാം. ബാലൻസ് മസാജ് പറയാനുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് അതെ ഇത് നമ്മള് സ്പാൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി തരുന്നതാണിത്. ഡിസ്പോസിബിൾ അണ്ടർ ഗാർമെന്റ്സ് ആണ്. അപ്പൊ ഇത് ധരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം നമ്മൾ ഫേസ് ഡൗൺ ആയി കിടക്കാൻ പറയും. നമുക്ക് ബാലൻസ് മസാജിന്റെ കുറച്ച് സ്ട്രെച്ചിങ് കാണിക്കാം. ഓക്കെ,
ഒന്ന് ഫേസ് ഡൗൺ ആയിരിക്കണം. നീ ചെയ്യും സുരേഷ് വേണ്ട വിവാദപ്പെട്ട സുരേഷ് ശശി മാറിക്കോ. ഫേസ് ഡൗൺ ആയിട്ട് കിടക്കാം. ഫേസ് ഡൗൺ ആയിട്ട് കിടക്കാം. സാധാരണ സ്പാ ബെഡ് ഇവിടെ തുളയുണ്ടാവും. അപ്പൊ ഇവിടെ താഴോട്ട് കാണാൻ പറ്റും. ഓക്കെ, ഫോൺ തല എങ്ങനെ വെക്കാം, തല കൈ രണ്ടും തിരിച്ചിടാം. ഓക്കെ, പിന്നെ സ്ട്രെച്ച് കൊടുക്കാം. ഈ കസ്റ്റമറെ ബേസിക്കലി നമ്മൾ കൊടുത്തത് ഡിസ്പോസിബിൾ അണ്ടർവെയർ ധരിച്ചിട്ട് ടവല് കൊടുത്തിട്ട് കിടക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ഇനി ബ്രോ ചെയ്തോ. ടവല് ഫുൾ ടൈം നിർബന്ധമായിട്ട് വേണമെന്നാണ് ഞാൻ പറയുന്നത്. the moment a therapist touches the body of the customer, മൊത്തം പറയുന്നത് കുറെ സിനിമയിലുണ്ട്. സിനിമ പുറത്തായി പോകും. അത് എക്സ്പീരിയൻസ് ആയല്ല കസ്റ്റമർക്ക് മനസ്സിലാവും ഇവർ എക്സ്പീരിയൻസ്ഡ് ആണോ. അവർ പറഞ്ഞില്ലേ, അപ്പൊ നമ്മള് തൊടുമ്പോൾ തന്നെ അറിയാം. ഫുൾ ഹാൻഡ് വിത്ത് ബോഡി വെയിറ്റ്. വേണ്ട, ഇത്ര മതി. ബാക്കി സിനിമ ഇത്ര മതി. കാരണം വേണം കാല് മാത്രം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ നിർത്തി കൊടുക്കോ. ഇവിടെ തന്നെയാണോ? സോക്സ് ഒക്കെ ഊരിയാലോ? ഇതിനുശേഷമാണ് ഇതുപോലെ ഫ്രണ്ട് സൈഡിലുണ്ട്. ഇതിനുശേഷമാണ് ബാലൻസ് മസാജ്, ഓയിൽ മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊടികൾ മറ്റേ വലിച്ച് സ്ട്രെച്ച് കൊടുക്കാനോ? ഓക്കെ മതി. കംഫർട്ടബിൾ. നിങ്ങൾ കണ്ടില്ലേ ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്നതല്ലേ? ഇതുപോലെ ഉള്ളി ഭയങ്കര ടൈറ്റ് ആയിട്ട് കിടക്കുന്നത്. അത് ബെഡ് പോലെ കംഫർട്ടബിൾ തല. ഇതുപോലെ ഒരുപാട് സ്ട്രെച്ചസ് ഉണ്ട്. അങ്ങനെയാണ് പൊതുവെ അതുപോലെ നിർത്തി വിട്ടേക്കും. നമ്മുടെ കാലിവിടെ പെൺകുട്ടിക്ക് ഹാൻഡ് മസാജ് सुजी इसको एक हैंड मसाज ऐसे कुछ दे लेंगे. हैंड मसाज कैसे स्ट्रेचिंग चाहिए. ओके. സുജി ഞാൻ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും സൂപ്പർ തെറാപ്പിസ്റ്റ് ആണ് സുജി. സുജി okay.
മൊബൈൽ കൊടുക്കാം അവിടെ. കിടക്കാൻ കംഫർട്ടബിൾ. ഓക്കെ ബൈറ്റ് ചെയ്യാം. ആരെങ്കിലും ഈ ചെയർ ഒന്ന് ഈ ടേബിൾ ഒന്ന് മാറ്റും പ്ലീസ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ബാക്കിലേക്ക്. ഓക്കേ ഓക്കേ ഐ കാൻ ഇത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അലൻ ഇവിടെ ഡോക്ടർ അലൻ എന്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അലനൊന്ന് കമന്റിൽ പറഞ്ഞാലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ജോൺ സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. സ്പൈൻ അവരുടെ ടെക്നിക്കിൽ ജോയിന്റ് സ്ട്രെച്ച് ചെയ്യണം. ചെറിയ ഫിംഗേഴ്സ്, നമ്മൾ ഈ ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ഇൻഡോഫലാക്ടോയ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. സ്പൈൻ ജസ്റ്റ് ഫിംഗേഴ്സ്. Stretching, hand muscle stretching. നമ്മുടെ ഉള്ളങ്കയിൽ പ്രഷർ എടുക്കുക, നോർമൽ ഗ്രിപ്പില്ല. അപ്പൊ നമുക്കൊരു ചെറിയൊരു റിലാക്സേഷൻ കിട്ടും, ടൈറ്റ് ഒക്കെ കുറച്ചൊന്ന് ഫ്രീ ആവും. എങ്ങനെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്? റിലാക്സിംഗ് ആണ്. സ്പാ ഞാൻ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് സ്പാ എന്ന് പറയുന്നത് നോർമൽ പീപ്പിളിനാണ്. സാധാരണ ഒരു അസുഖം ഇല്ലാത്ത ആൾക്ക് മാത്രമേ സ്പാ ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ നേരെ സ്പായിൽ പോവുകയല്ല വേണ്ടത്, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. നടുവേദന മാറാൻ സ്പാ പോകുന്ന മതിയല്ല. നടുവേദന മാറാനായിട്ട് സ്പായിൽ പോരുത്. നടുവേദന എന്തുകൊണ്ടാണെന്ന് കിടക്കേ നമ്മൾ ഈ എന്താണ് സൂചി കൊണ്ട് എടുക്കേണ്ട അവസാനം മറ്റേ സാധനം കൊണ്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ക്ലിനിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ മെഡിക്കൽ സൈഡോ പോയി കൺസൾട്ട് ചെയ്തതിനു ശേഷം സ്പാ പോകാം. നോർമൽ ആണെങ്കിൽ മാത്രമേ സ്പായിൽ പോകാൻ പാടുള്ളൂ. എന്തായാലും താങ്ക് യു, എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിനും നമ്മൾ സഹകരിച്ചതിനും. കാരണം ഈ സ്പാ, നമ്മുടെ സ്പാ ഒരു ഗ്രേ ഷെയ്ഡുള്ള സ്പായാണ്, അതൊരു അഡൽട്ട് പടമാണ്. പക്ഷേ അത് ഈ സിനിമ ഇതിൽ പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ആളുകളെ അത് ദോഷമായി ബാധിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തിയത്. സ്റ്റിൽ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള മനുഷ്യരുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം അന്വേഷിക്കേണ്ടത് ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. അതെല്ലാം നിലനിൽക്കെ തന്നെ ഒന്ന് സിനിമ കാണാനായിട്ട് എല്ലാവരും വരണം. നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. മറ്റൊരു വശം കൂടെ കാണിച്ചുകൊണ്ട് മാത്രം. താങ്ക് യു വെരി മച്ച്.